മനുഷ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം 4 അന്ത്യകാര്യങ്ങളുണ്ട്. ഓരോ മനുഷ്യനെയും സംബന്ധിച്ചിടത്തോളം 3 അന്ത്യകാര്യങ്ങളുണ്ട്. അതായത് 3 എണ്ണത്തിൽ കൂടെ കടന്നു പോയാൽ മതി എന്ന്. മനുഷ്യവർഗം മൊത്തം എടുക്കുകയാണെങ്കിൽ 4 എണ്ണം ഉണ്ട്. ഓരോ സെഷനിലും ഓരോന്നിനെയാണ് കാണാൻ പോകും. അപ്പോൾ അതിനു മുമ്പ് നിയർ ഡെത്ത് എക്സ്പീരിയൻസസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. NDE എന്നായിരുന്നു. NDE, നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നൊരു കാര്യത്തെക്കുറിച്ച് പറയണമെങ്കിൽ അതിലൊന്ന്, വൈദ്യശാസ്ത്രപരമായിട്ട് മരണം സംഭവിച്ചു കഴിഞ്ഞു. വൈദ്യശാസ്ത്രപരം ക്ലിനിക്കലി ഡെഡാണ്. അപ്പോൾ എന്താണ്, ഹൃദയമിടിപ്പില്ല, തലച്ചോറ് പ്രവർത്തിക്കുന്നില്ല. ഇങ്ങനെയുള്ള സമയത്ത് തന്നെ കുറച്ച് കഴിയുമ്പോൾ ജീവൻ തിരിച്ചു വരുന്നു. അപ്പോൾ മുമ്പ് നടന്ന കാര്യങ്ങളെക്കുറിച്ച്, അതായത് ഈ ഹൃദയമിടിപ്പില്ലാതിരുന്നപ്പോഴും തലച്ചോറ് പ്രവർത്തിക്കാതിരുന്ന സമയത്തും നടന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടാകുന്നു. ആ സമയത്ത് വേറെ കുറേ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ഒന്ന്, ശരീരത്തിൽ നിന്ന് നമ്മൾ ഇങ്ങനെ മാറി നിൽക്കുന്നത് പോലെ ഉള്ള ഒരു അനുഭവം ഉണ്ടാകുന്നു. നമ്മൾ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെന്ന് പറഞ്ഞാൽ എന്നുള്ളൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്, അല്ലേ? ശരീരമാണല്ലോ നമ്മൾ. ആ ശരീരത്തിൽ നിന്നും മാറി നിൽക്കുന്ന കഴിയുമ്പോൾ ആ ശരീരത്തെ അല്ല നാം എന്ന് നാം വിളിക്കുന്നത്, ഈ മാറി നിൽക്കുന്ന എൻറ്റിറ്റിയെ നാം എന്ന് വിളിക്കുന്നു. ഇപ്പം ഇറ്റ്സ് കൺഫ്യൂസ്ഡ് ആയിരിക്കും ഈ കാര്യങ്ങൾ. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഇനി ഇങ്ങനെ മാറി നിന്നതിന് ശേഷം പലപ്പോഴും ഒരു ടണലിൽ കൂടെ, ഒരു തുരങ്കത്തിൽ കൂടെ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ ഒരു ബുള്ളറ്റ് ട്രെയിൻ പാസ് ചെയ്യുന്നത് പോലെ പോകുന്ന എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു. പിന്നെ വളരെ തീവ്രമായ ഒരു പ്രകാശം ഈ ടണലിൻ്റെ എൻഡിൽ അവസാനം ഉള്ളതിനെ അഭിമുഖീകരിക്കുന്ന പോലെ തോന്നുന്നു. അല്ലെങ്കിൽ പ്രകാശം കൊണ്ട് നിർമ്മിച്ചതുപോലെയുള്ള ലൈറ്റ് എൻറ്റിറ്റീസ് എന്നാണ് അതിന് പറയുക. പ്രകാശം കൊണ്ട് നിർമ്മിച്ചതുപോലെയുള്ള ജീവികളെ, ബീയിങ്സിനെ കണ്ടെത്തിയതായിട്ട് തോന്നുന്നു. പിന്നെ നമ്മുടെ സ്വന്തം ജീവിതത്തെ ഒരു കുറച്ചിങ്ങനെ മാറി നിന്ന് ഒരു കഥ നമ്മൾ വായിക്കുന്നത് പോലെ, നമ്മൾ ഇൻവോൾവ് ആയിട്ടുള്ള അല്ലാത്ത ഒരു കഥ വായിക്കുമ്പോൾ നമുക്കുള്ള ഒരു അനുഭവം ഉണ്ടല്ലോ, അതുപോലെ നമ്മുടെ ജീവിതത്തെ കാണുക. അതൊരു തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിലാണ് കാണുന്നത്. നമ്മൾ അതിനകത്ത് പൂർണ്ണമായിട്ടും ഇൻവോൾവ് ആയിട്ടല്ല. പിന്നെ വലിയ സമാധാനം അനുഭവിക്കുന്നു. അതുകൂടാതെ നമ്മളുടെ ജീവിതത്തെ പ്രതി ഒരു ജഡ്ജ്മെന്റ് നടക്കുന്നത് പോലത്തെ ഒരു അനുഭവം ഉണ്ടാകും. ഇത്രയും കേട്ടപ്പോൾ ഇതൊരു അപസർപ്പക കഥ പോലെ തോന്നുന്നില്ലേ? ഒരു കോട്ടയം പുഷ്പനാഥിൻ്റെ ഒരു സ്റ്റോറിയുടെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും ആയല്ലോ. ഇനിയുള്ള ഒരു 3-4 സ്ലൈഡിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സ്റ്റഡീസാണ് കാണാൻ പോകുന്നത്. ആരെങ്കിലും നിങ്ങളോട് ഇത് കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പറ്റും. അത് വലിയൊരു കാര്യമാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട്. ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന യൂണിവേഴ്സിറ്റിക്ക് മുമ്പത്തെ 2 യൂണിവേഴ്സിറ്റി മുമ്പ് ജോലി ചെയ്തിരുന്ന ആ യൂണിവേഴ്സിറ്റിയിൽ വളരെ നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. നല്ല പ്രഗത്ഭരായ അധ്യാപകർ. ഞാൻ എൻ്റെ ജീവിതത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള അധ്യാപകരിൽ ഏറ്റവും മിടുക്കരായിട്ടുള്ള പല അധ്യാപകരെയും ഞാൻ കണ്ടെത്തിയത് അവിടെ വെച്ചാണ്, ആ യൂണിവേഴ്സിറ്റി വെച്ച്. ആ യൂണിവേഴ്സിറ്റിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ലൗഞ്ച് എന്ന് പറയുന്ന ഈ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ, അതാണ് അവിടുത്തെ ഏറ്റവും സജീവമായ സ്ഥലം. ഉച്ചയ്ക്ക് ആ ലഞ്ച് ബ്രേക്കിനൊക്കെ വന്നിരുന്ന ആൾക്കാർ ഇങ്ങനെ കൂട്ടം കൂടി ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞിട്ട് നല്ല ഡിസ്കഷൻസ് നടക്കും. നല്ല ആഴമേറിയ വിഷയങ്ങളെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് നടക്കും. പക്ഷെ അപ്പം ഞാൻ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ശ്രദ്ധിച്ച ഒരു സംഗതിയുണ്ട്. ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ അനുസരിച്ചാണ് ആൾക്കാർ ആ കാര്യങ്ങളെ വിശ്വസിക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്യുന്നത്. അല്ലാതെ അതിനോട് ഉപോത്ബലകമായിട്ട് സമർപ്പിക്കുന്ന വാദമുഖങ്ങൾ അനുസരിച്ചല്ല. ഞാനൊരു ഉദാഹരണം പറയാം. സയൻസിൻ്റെ കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ള ഒരു ലെക്ചർ പറയുകയാണ്, ഇംഗ്ലണ്ടിൽ ഒരു പ്രത്യേകതരം നിശാശലഭങ്ങൾ, പണ്ട് കാലത്തുണ്ടായിരുന്നതൊക്കെ വെളുത്ത പറവകളായിരുന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ അതെല്ലാം മാറി ഇപ്പോൾ കറുത്ത നിറമുള്ള നിശാശലഭങ്ങളേ ഉള്ളൂ ഇംഗ്ലണ്ടിൽ എന്ന് പറഞ്ഞു. ഞാൻ ലിറ്ററലി നടന്ന ഒരു സംഭവമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് നാച്ചുറൽ സെലക്ഷൻ കൊണ്ട് സംഭവിച്ചതാണ്. ഈ പണ്ട് കാലത്ത് വെളുത്ത ശലഭങ്ങൾ ഉണ്ടായിരുന്നപ്പം അത് രാത്രിയിൽ ഇങ്ങനെ പറന്ന് നടന്നപ്പോൾ അതിനെ ഇര പിടിക്കുന്ന ജീവികൾക്ക് അതിനെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു. അപ്പോൾ അതിനെ മുഴുവൻ കൊന്നു തീർത്തു. പിന്നെ അവശേഷിച്ചത് ഏതാ? കറുത്തത്. അപ്പോൾ കറുത്തത് പെറ്റി പെരുകി ഇപ്പോൾ അവിടെ മുഴുവൻ ഇംഗ്ലണ്ടിൽ മൊത്തം കറുത്ത നിശാശലഭങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇത് ലിറ്ററലി പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ആർക്കും അക്കാര്യത്തിലൊരു അവിശ്വാസം ഉണ്ടായില്ല. അത് ശരിയാ, അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞു. അത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഞാനും അത് വിശ്വസിച്ചു. ഇതേ ഗ്രൂപ്പിനോട് ഇൻ്റലിജൻ്റ് ഡിസൈൻ എന്ന് പറയുന്ന കാര്യം, അതായത് ഈ പ്രപഞ്ചം ഉണ്ടല്ലോ, അതിനെ സൃഷ്ടിച്ചതിന് പിന്നിൽ ദൈവമാണോ
മറ്റെന്തെങ്കിലും ആണോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഇത്രയും കൃത്യമായിട്ട് ഇങ്ങനെ ക്ലിനിക്കൽ ഡീറ്റെയിലിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിന് പിന്നിൽ ഒരു ഇൻ്റലിജൻസ് ഉണ്ട്, അല്ലാതെ ആകസ്മികമായിട്ട് അത് ഉണ്ടായിപ്പോയതല്ല എന്ന് തിയറികളൊക്കെ വെച്ചുകൊണ്ട് പറയുകയും ചെയ്താലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒരു കേർട്ടൻ മുന്നിലേക്ക് വന്നങ്ങ് വീഴുകയാണ്. നമ്മൾ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത് എങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ മുന്നിലേക്ക് ഒരു കേർട്ടൻ അങ്ങ് എടുത്തിടുക, പിന്നെ പെനിട്രേറ്റ് ചെയ്യല വാദമുഖങ്ങൾ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഈ പറഞ്ഞു വരുന്നത് എന്താണ്? പറയുന്ന വിഷയങ്ങൾ ആസ്പദമാക്കിയാണ് സ്വീകാര്യത. ആ പറയുന്ന വിഷയത്തിന് അടിസ്ഥാനമായിട്ട് നൽകുന്ന വാദമുഖങ്ങളുടെ സാധ്യത കൊണ്ടല്ല ആ ആർഗ്യുമെന്റ്സിനെ സ്വീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ്. അതിന് കാരണം ഈശോ പറഞ്ഞതുപോലെ, പത്രോസ് ഇത് വെറുതെ മനസ്സിലായതല്ല, നിനക്ക് ദൈവം മനസ്സിലാക്കിയത് കൊണ്ട് നീ മനസ്സിലാക്കിയതാണെന്ന് പറയുന്ന സത്യമാണ്. ഇതാണ് ശരിക്കും ദൈവാവബോധത്തിന്റെ ഏറ്റവും ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്റ്റേജ്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത്, ഞാൻ കുറച്ച് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള കുറച്ച് സ്റ്റഡികളാണ് കാണിക്കാൻ പോകുന്നത് ഒരു അടുത്ത 3 സ്ലൈഡിൽ. നിങ്ങൾ ഇച്ചിരി ശ്രദ്ധിച്ചിരിക്കണം. ഒന്നാമത് ഇച്ചിരി വേഗത്തിൽ പോകേണ്ടതുണ്ട്, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, അവെയർ സ്റ്റഡി എന്ന് പറയുന്ന ഒരു സ്റ്റഡി 2014 ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റി ഓഫ് സതാംപ്ടണിൽ നടത്തിയ ഒരു പഠനമാണ്. ഡോക്ടർ സാം പാർണിയ ഒരു ക്രിട്ടിക്കൽ കെയർ ഫിസിഷ്യനാണ്. 2060 ഹൃദയസ്തംഭന കേസുകളെ പഠിച്ചു. ഈ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചോ, 2060. ഒരു റിസർച്ചിൽ 2060 സാമ്പിൾ എന്ന് പറഞ്ഞാൽ അത് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് സ്റ്റഡിയാണ്. എൻ്റെ PhDക്ക് 108 സാമ്പിളാണ് എടുത്തിരിക്കുന്നത് ആകെ. 2060 സ്റ്റഡി എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അത്ര നല്ലൊരു സ്റ്റഡിയാണ്. ഇനി ഞാൻ തരാൻ പോകുന്ന എല്ലാ സ്റ്റഡികളും നിങ്ങൾ ശ്രദ്ധിച്ചോണം. 15 ഹോസ്പിറ്റലുകളിൽ, നിങ്ങൾ ഈ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ അറിയാം, ഈ ഓരോ കണ്ടീഷനും പറയുമ്പോൾ അതിനുണ്ടാകുന്ന ആ മാറ്റം ഒരു സ്ഥലത്ത് നിന്ന് പ്രിജുഡീസ്ഡോടെ എടുത്തതൊന്നുമല്ല, പല സ്ഥലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. നല്ല ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ഒത്തിരി സ്ഥലങ്ങളിൽ നടത്തിയിരിക്കുന്നത്. 3 രാജ്യങ്ങളിൽ നിന്ന്, ഇംഗ്ലണ്ടിലെ, അമേരിക്കയിലെ, ഓസ്ട്രിയ, ഇങ്ങനെ 3 സ്ഥലങ്ങളിൽ നിന്ന്, 3 രാജ്യങ്ങളിൽ നിന്ന് 15 ഹോസ്പിറ്റലുകൾ, 2060 സ്റ്റഡീസ്. ഇത്രയും കേസുകൾ ഉണ്ടായിരുന്നതിൽ 140 പേഷ്യൻസ് മരിച്ചില്ല. അതിൽ 101 പേര് ഇന്റർവ്യൂവിന് തയ്യാറാണെന്ന് പറഞ്ഞു, അവരെ ഇന്റർവ്യൂ ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലോ, അത് മരിച്ചതിന് ശേഷം തിരിച്ചു വരുന്നു എന്ന് നമ്മൾ പറയുന്ന അവസ്ഥ. 9% പേർക്ക് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതിൽ 2%, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, 2% പേർക്ക് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അതായത് മരിച്ചതിന് ശേഷം ആ ചുറ്റുപാടിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതിൽ ഒരാൾ ഹൃദയം നിലച്ചതിന് ശേഷം 3 മിനിറ്റ് നേരം ഈ റൂമിലുണ്ടായിരുന്ന മെഡിക്കൽ സ്റ്റാഫും ഡോക്ടർമാരും ചെയ്തതും പറഞ്ഞതും അവർ ചെയ്ത ആ പ്രൊസീജിയർ അതെല്ലാം വളരെ വ്യക്തമായിട്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അയാൾ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഈ ആളും ഇത് ഒരു കാഴ്ചക്കാരനെ പോലെയാണ് കാണുന്നത്, അല്ലാതെ എൻ്റെ ശരീരത്തിൽ ഇവരിതൊക്കെ ചെയ്യുന്നു എന്നുള്ള രീതിയിലല്ല കാണുന്നത്. അയാൾ ഒരു വായുവിൽ ഇങ്ങനെ പൊങ്ങി എന്ന ഒരു കഴുകൻ, പറന്നു നടക്കുന്ന കഴുകൻ താഴെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണോ കാണുന്നത് അതുപോലെയാണ് കണ്ടത്. ഇനി എന്തുകൊണ്ടാണ് ഈ സ്റ്റഡിയുടെ ഇമ്പോർട്ടൻസ്? ഒന്ന്, തലച്ചോറിൻ്റെ പ്രവർത്തനം നിലച്ചതിന് ശേഷം അതിനുശേഷം നടന്ന കാര്യങ്ങളെക്കുറിച്ച് തെളിവുകളുടെ പിൻബലമുള്ള ഒരു സാക്ഷ്യം, അതായത് തെളിവുകൾ നൽകിക്കൊണ്ടാണ് പറയുന്നത്. എന്താണ് തെളിവ്? ഇയാൾക്ക് ഒരു സാധ്യതയുമില്ലല്ലോ ഇയാൾ മരിച്ചതിന് ശേഷം ഈ മുറിയിൽ നടന്ന കാര്യങ്ങൾ അറിയാൻ. ആ കാര്യങ്ങൾ മുഴുവൻ കളക്ട് ചെയ്തിരിക്കുന്നത് ആ റൂമിലുണ്ടായിരുന്ന ആൾക്കാരിൽ നിന്നാണ്. ആ പറഞ്ഞ കാര്യങ്ങൾ, ആ ചെയ്ത കാര്യങ്ങൾ ഇയാൾ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് എവിഡൻസ് ബേസ്ഡ് വെരിഫൈ ചെയ്യാൻ പറ്റി. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താ? ഭൗതികവാദം എന്ന് പറയുന്നുണ്ടല്ലേ, മെറ്റീരിയലിസം. എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ കാലഘട്ടം ഞാൻ വിശ്വസിച്ചിരുന്നത് ഭൗതികവാദത്തിലാണ്. അതായത് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു ഇലയൊക്കെ നിലത്ത് വീഴുന്നത് പോലെ പിന്നെ അങ്ങ് അഴുകിയില്ലാതെയാകുന്നു. അതിനുശേഷം എന്താ? ആ അഴുകി ചേർന്ന ഇല മണ്ണിൽ എന്താണോ അതുപോലെ മനുഷ്യനൊക്കെ ഇല്ലാതെയാകുന്നു. ശരീരം അങ്ങില്ലാതെയായാൽ പിന്നെ ബാക്കിയൊന്നുമില്ല എന്ന് പറയുന്നത്. ഇതാണ് ഭൗതികവാദം എന്ന് പറയുന്നത്, മെറ്റീരിയലിസം എന്ന് പറയുന്നത്. മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതാണ് മെറ്റീരിയലിസം എന്ന് പറയുന്നത്.
അപ്പോൾ ഭൗതികവാദത്തിനെതിരായിട്ടുള്ള ഒരു വലിയ തെളിവ് എന്നുള്ള നിലയ്ക്കാണ് ഇതിനെ കാണിക്കുന്നത്. ഇനി അടുത്തത്, ഈ പാം റെയ്നോൾഡ്സിൻ്റെ കേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കേസാണ്. എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസാണ്. എന്താ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരൊരു സെലിബ്രിറ്റിയാണ്. കുറച്ച് ടെക്നിക്കലാണ് ഇതിനകത്തെ കാര്യങ്ങൾ, എങ്കിലും ഞാൻ വിശദീകരിക്കാം, നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ ഈ ഹൈപ്പോതെർമിക് കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, തണുപ്പിച്ച് ചെയ്യുന്ന സംഗതിയാണ്. ഫ്രീസറിലിട്ട് ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രെയിൻ അന്യൂറിസം എന്ന് പറയുന്ന ഒരു ശാരീരികമായിട്ടുള്ള അവസ്ഥയാണ്. നമ്മുടെ തലച്ചോറിലെ രക്തക്കുഴലുകളുണ്ടല്ലോ, അതിൻ്റെ പ്രധാനപ്പെട്ട ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് അതിന് ബലം കുറയുക, ബലക്ഷയം. തലച്ചോറിലെ രക്തക്കുഴലുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് നല്ല ഹൈ പ്രഷറിലാണല്ലോ രക്തം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബലക്ഷയം ഉണ്ടെങ്കിലുള്ള പ്രശ്നം വെച്ചാൽ പിന്നെ ഹെമറാഷ് ഉണ്ടാകാം. ഇനി അതല്ല, ചില പ്രത്യേക സ്ഥലങ്ങളിൽ തലച്ചോറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്ക് അടുത്തുകൂടെ പോകുന്ന ചില ഈ രക്തക്കുഴലുകൾക്ക് അന്യൂറിസം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ സർജറി ചെയ്യാൻ പറ്റിയല്ല. കാരണം സർജറി ചെയ്താലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ പ്രഷർ കൊണ്ട് ചിലപ്പോൾ രക്തപ്രവാഹം തടയാൻ പറ്റിയല്ല. പിന്നെ അപ്പോൾ ഇത്തരം കണ്ടീഷൻസ് ഒക്കെ വന്നാൽ പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും പറയും, ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താ കാര്യം എന്നുള്ള കാര്യം. എന്നാൽ അതേസമയം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് ഹൈപ്പോതെർമിക് കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്. ആ പ്രൊസീജിയറിന്റെ പേര് ഡീപ്പ് ഹൈപ്പോതെർമിക് സർക്കുലേറ്ററി അറസ്റ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ തലച്ചോറിന്റെ പ്രധാന ഭാഗങ്ങളിൽ കൂടെ പോകുന്ന രക്തക്കുഴലുകളിലെ രക്തത്തിന്റെ ഒഴുക്കിനെ ഇല്ലാതെയാക്കണം, അല്ലേ? അല്ലെങ്കിൽ സർജറി ചെയ്യുന്ന സമയത്ത് അത് പൊട്ടുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ചെയ്യുന്ന ഒരു 3-4 സ്റ്റേജസ് ഉണ്ട് ഈ പ്രൊസീജിയറിന്റെ. ഒന്ന്, നമ്മുടെ ശരീരത്തിന്റെ ചൂട് 15 ഡിഗ്രി സെന്റിഗ്രേഡ് ആയിട്ട് കുറയ്ക്കും. സാധാരണ 37-38 വരെയൊക്കെ അല്ലേ, അത് 15 ആയിട്ട് കുറയ്ക്കും. അതാണ് ഹൈപ്പോതെർമിക്, ഭയങ്കരമായിട്ട് തണുപ്പിക്കും. അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് അറിയാമോ? ഹൃദയമിടിപ്പില്ലാതെയാവും. ഹൃദയമിടിപ്പ് കുറയും എന്നല്ല ഞാൻ പറയുന്നത്, വളരെ ശ്രദ്ധിക്കണം, ഓരോ സ്റ്റേജസും ശ്രദ്ധിക്കണം. ഹൃദയമിടിപ്പില്ലാതെയാവും. ഹൃദയമിടിപ്പില്ലാതെയാകുന്ന എപ്പോഴാ? രക്തപ്രവാഹം ഇല്ലാതെ ആയി കഴിഞ്ഞപ്പോൾ ഹൃദയമിടിപ്പില്ലാതെയാവും. അപ്പോൾ പിന്നെ ECG എടുത്താൽ കിട്ടിയല്ലോ, അല്ലേ? ഇതേസമയം വേറൊരു ഗ്രാഫിലെ EEG എന്ന് പറയുന്നത്, EEG ഫ്ലാറ്റ് ആവും. ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം EEG ഫ്ലാറ്റ് ആയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്ലിനിക്കലി ഡെഡാണ്. ഹൃദയമിടിപ്പില്ല, ശ്വാസം എടുക്കുന്നില്ല. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇത് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ കേട്ടോ. ഒരു ഫ്രീസറിൽ വെക്കുന്ന പോലെ ആയിരിക്കും പിന്നെ. അപ്പോൾ ക്ലിനിക്കലി ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്റ്റഡി. ക്ലിനിക്കലി വൈദ്യശാസ്ത്രപരമായിട്ട് ഈ പേഷ്യൻ്റ് മരിച്ചു. ഇനി നമുക്കൊരു 1 മണിക്കൂറിൻ്റെ മാക്സിമം 1 മണിക്കൂറിൻ്റെ ഒരു വിൻഡോ കിട്ടും സർജറി നടത്താനായിട്ട്. അതാ 1 മണിക്കൂറൊക്കെ ആയ പ്രശ്നമാണ്. നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. സാധാരണഗതിയിൽ നമ്മുടെ തലച്ചോറിലേക്ക് പറയുന്നത് ഒരു 4 മിനിറ്റിൽ കൂടുതൽ രക്തത്തിൻ്റെ ഒഴുക്കുണ്ടായിട്ടില്ലെങ്കിൽ ബ്രെയിൻ ഡെഡായി പോകും. അതിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യാണ് 1 മണിക്കൂറിലേക്ക്. എങ്ങനെയാണ് സ്ട്രെച്ച് ചെയ്യുന്നത്? രക്തപ്രവാഹത്തെ കുറച്ചിട്ടല്ല, ക്ലിനിക്കലി ഡെഡ് ആക്കിയിട്ട്. ഇപ്പം ഈ കണ്ടീഷൻ ശരിക്കും മനസ്സിലായില്ലേ? ഈ പ്രൊസീജിയർ ക്ലിനിക്കലി ഡെഡാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനീ പറയുന്നത് ക്ലിനിക്കലി ഡെഡാണ്. ഈ പേഷ്യൻറ്റിന് ഏതെങ്കിലും ചുറ്റുപാട് നടക്കുന്ന കാര്യത്തെക്കുറിച്ച് ധാരണ ഉണ്ടാകാൻ പറ്റുമോ? ക്ലിനിക്കലി സാധ്യമാണോ? അല്ല, സാധ്യമല്ല. ഞങ്ങൾ പഠിക്കുന്ന കാലത്തൊക്കെ ഒരു തമാശ പറയായിരുന്നു, ഒന്നിനും കിട്ടാത്തവർ പോകുന്നതാണ് ലോ പഠിക്കാൻ വേണ്ടി എന്ന് പറയുന്നത്. അങ്ങനെയല്ല കേട്ടോ, പക്ഷെ ഞങ്ങൾ കളിയാക്കി പറയും കൂട്ടുകാരെയൊക്കെ. ലിറ്ററലി നടന്ന സംഭവം. അമേരിക്കയിൽ ഒരു വാദപ്രതിവാദം നടക്കുകയാണ്. ഒരു ഡോക്ടറെ സാക്ഷിയാക്കി നിർത്തിയിട്ട് വക്കീൽ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുക, പോസ്റ്റ്മോർട്ടം കേസിനെ കുറിച്ച് പറയുക. ഈ പേഷ്യൻ്റ് മരിച്ചു എന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു മരിച്ചു. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത്? അയാൾ മരിച്ചിട്ട് ഞാൻ അയാളെ പോസ്റ്റ്മോർട്ടം നടത്തി അയാളുടെ തലച്ചോറെടുത്ത് ഒരു ജാറിൻ്റെ അകത്ത് വെച്ചിരിക്കുക, സൈഡിലൊരു ജാറിലിട്ട് വെച്ചിരിക്കുകയാണ് തലച്ചോറ്. തലച്ചോറ് തലയിൽ നിന്നും എടുത്തു മാറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മരിച്ചു എന്നാണോ? അയാൾക്ക് ജീവിച്ചിരിക്കാൻ പറ്റിയല്ലേ എന്ന് വക്കീൽ ചോദിച്ചു. അപ്പോൾ ഡോക്ടർ മറുപടി എന്നായിരുന്നു അറിയാമോ? അയാൾക്ക് ജീവിച്ചിരിക്കാൻ പറ്റും, അയാളിപ്പോൾ ഒരു കോടതി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡോക്ടർ പറഞ്ഞ അതേ അവസ്ഥയിലാണ് ഈ പേഷ്യൻ്റ് ഇപ്പോൾ കിടക്കുന്നത്. ഈ കണ്ടീഷൻ നിങ്ങൾക്ക് നന്നായി മനസ്സിലായല്ലോ. ഏതെങ്കിലും വിധത്തിൽ ഈ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പാമിന് അറിയാനുള്ള സാധ്യതയുണ്ടോ? ഒരു സാധ്യതയില്ല. അറിയാമെന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറും സമ്മതിക്കുകയില്ല. കാരണം വൈദ്യശാസ്ത്രത്തിൻ്റെ എല്ലാ നിലപാടുകൾക്കും എതിരാണ്. കാരണം ക്ലിനിക്കലി ഡെഡാണ്. ഇനി കുറേ കഴിയുമ്പോൾ, ഈ സർജറി കഴിയുമ്പോൾ, പാമ്പിൻ്റെ കേസിൽ 45 മിനിറ്റ് നേരം കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് ബോഡി ടെമ്പറേച്ചർ ഗ്രാജുവലായിട്ട് കൂട്ടി
ഉപകരണങ്ങളെല്ലാം ഉപയോഗിച്ച് ലൈഫ് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം, വൈദ്യശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ പേഷ്യൻ്റ് ഡെഡാണ്. പക്ഷേ അതിനുശേഷം അവൾ പറഞ്ഞു, ഇങ്ങനെ ഡെഡായിട്ട് കിടക്കുന്ന സമയത്ത് ഈ സർജിക്കൽ ഉപകരണങ്ങളെല്ലാം പ്രവർത്തിപ്പിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് അവൾ പിന്നെ പറഞ്ഞു. ഇവർ ഇതിനിടയ്ക്ക് സംസാരിച്ച് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പിന്നീട് അവർ പറഞ്ഞു. പിന്നെ ഇവള് നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് പോലെ ഒബ്സേർവ് ചെയ്തു. സർജറി, ഈ പ്രൊസീജിയർ മുഴുവൻ അവൾ ഒബ്സേർവ് ചെയ്തു, വെരിഫൈ ചെയ്തു. ഇതും ഈ പറഞ്ഞ മെഡിക്കൽ സ്റ്റാഫിന്റെ എവിഡൻസ് വെച്ചിട്ട് വെരിഫൈ ചെയ്തു. ഇതാണ് ഈ സ്റ്റഡിയുടെ പ്രത്യേകത. ഇത് ഒരു എക്സ്പെരിമെന്റ്, കൺട്രോൾഡ് ആയിട്ടൊരു എക്സ്പെരിമെന്റ് അതിന്റെ പെർഫെക്ഷനിൽ നടത്തിയതിന്റെ എക്സാമ്പിൾ ആയിരുന്നു. ഇതിനപ്പുറം വേറെ ഒന്നും പറയാനില്ല. ബാക്കി ഏത് കേസും നിങ്ങൾ പറയാം, ഒരാൾ മരിച്ചു, എൻ്റെ അടുത്ത വീട്ടിൽ തോമസ് ചേട്ടൻ മരിച്ചു കേട്ടോ, പക്ഷെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അയാൾ വീണ്ടും ജീവിച്ചു എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയും, എന്താ എവിഡൻസ്? മരിച്ചു എന്ന് നിങ്ങൾ പറയുന്നതല്ലേ, മരിച്ചു എന്നുള്ളതിന്റെ എവിഡൻസ് എന്താ? നിങ്ങൾ EEG നോക്കിയായിരുന്നോ? അതില്ല. ഹൃദയമിടിപ്പ് നോക്കിയായിരുന്നോ? അറിയില്ല. അതൊന്നും കേട്ടില്ല. ഇതൊന്നും എവിഡൻസ് അല്ല അല്ലേ? ഇതെല്ലാം ടെക്നിക്കലി പ്രൂവ് ചെയ്യണം. ഇതെല്ലാ കണ്ടീഷൻസും പ്രൂവ് ചെയ്ത ഒരു കേസാണ്. ഇതാർക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന കേസല്ല. കാരണം ഇത് കൺട്രോൾ ചെയ്ത്, ഒരാൾ മരിച്ചപ്പം ടെസ്റ്റ് നടത്തിയതല്ല, കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയതിനെ അവലോകനം ചെയ്ത കേസാണ്. അതാണ് ഈ കേസിന്റെ ഇമ്പോർട്ടൻസ്. ഇനി അടുത്ത ഒരു സ്റ്റഡി, ഇത് ഒരു ഡച്ച് സ്റ്റഡിയാണ്, നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, 2001 നടന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം? ദ ലാൻസെറ്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രസിദ്ധമായ മെഡിക്കൽ ജേണലാണ്. നമ്മളിപ്പോൾ മനോരമയിലും മനോരാജ്യത്തിലും പങ്ക്തികൾ വരുന്ന പോലൊന്നും വരികയില്ല. പിയർ റിവ്യൂഡ് ആണ്. പിയർ റിവ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആർട്ടിക്കിൾ അവർക്ക് അയച്ചു കൊടുക്കുന്നു. ആ ആർട്ടിക്കിള് ഈ മേഖലയിൽ വളരെ പ്രഗത്ഭരായ മറ്റ് വിദഗ്ധർ അത് പഠിക്കും. അവരെന്നിട്ട് അപ്രൂവ് ചെയ്യും. അത് അപ്രൂവ് ചെയ്താൽ മാത്രമേ ഈ ലാൻസെറ്റ് ഒക്കെ പോലെയുള്ള വലിയ മാഗസീനുകളിൽ അത് വരുള്ളൂ. പിയർ റിവ്യൂഡ് ആണ്. അത് ഇങ്ങനെയുള്ള ലാൻസെറ്റ് പോലെയുള്ള ജേണലുകളിൽ വന്നു എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് ഈസ് ലൈക്ക് ബൈബിൾ. അതിന് പിന്നെ മാറ്റമില്ല. അപ്പോൾ അതുകൊണ്ട് ലാൻസെറ്റിൽ വന്ന ഒരു സ്റ്റഡിയാണ് ഇനി അടുത്തത് കാണിക്കുന്നത്. പിം വാൻ ലോമൽ എന്ന് പറയുന്ന ഡോക്ടർ, അദ്ദേഹം 344 ഇങ്ങനെയുള്ള കാർഡിയാക് കേസുകൾ പഠിച്ചു. അതിൽ 18% പേര് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അവർ സ്ഥിരീകരിച്ചു, അവർക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കേസുകൾക്കുണ്ടായ കാര്യങ്ങൾ ഡോക്ടറുടെ ലാൻസെറ്റിൽ വന്നതാണ് കേട്ടോ ഈ പറയുന്നത്. ആ കേസുകൾക്കെല്ലാം അവർക്ക് ചുറ്റുപാടുകളെക്കുറിച്ച് നല്ല അവബോധം ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കേസ്, എല്ലാ കാര്യങ്ങളും അവർക്ക് അവബോധം ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ പറഞ്ഞ ഒരു വാചകം ഓർക്കുന്നുണ്ടോ? എല്ലാവരും വലിയ മനസമാധാനം അനുഭവിച്ചു എന്ന് പറഞ്ഞ സംഭവമില്ലേ? അത് ഇവരെല്ലാം അത് വെരിഫൈ ചെയ്തു. മനസമാധാനം ഉണ്ടായിരുന്നു അവർക്ക്. അതിനേക്കാൾ അധികമായിട്ട് എന്താണ് സംഗതി എന്നവർക്ക് കൃത്യമായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റിയില്ല. പക്ഷേ മാനുഷികമല്ലാത്ത, ഭൗതികമല്ലാത്ത ഏതൊക്കെയോ അവർ ബീയിങ് എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ജീവികളെന്നോ ഇതൊക്കെ പറയാവുന്ന അവയുടെ പ്രസൻസ്, ആ വേർഡാണ് പ്രധാനം. അവയുടെ സാന്നിധ്യം നമുക്ക് ചുറ്റും, അവയുടെ ഒരു സാന്നിധ്യം അനുഭവിച്ചു. മനുഷ്യരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, മനുഷ്യരല്ല, ഈ ഭൂമിയിലുള്ള സംഗതിയല്ല. ഇത് എവിടെയാ വന്നതെന്നറിയാമോ? ഇത് വന്നത് സ്നേഹസേനയിലോ അസീസി മാഗസിനിലോ ഒന്നുമല്ല, ലാൻസെറ്റിൽ വന്ന കാര്യമായി പറയുന്നത്. ദ ലാൻസെറ്റ്. നിങ്ങൾക്ക് ലാൻസെറ്റിനെ കുറിച്ച് അറിയാമെങ്കിലേ ഈ പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ശരിക്കും മനസ്സിലാവും. അത്ര ഭയങ്കര സംഭവമാണ്. അതിൻ്റെയൊക്കെ അപ്പുറം സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒരു വിശകലനം നടക്കുന്നത് അവർക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കഥ പോലെ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ കാണുകയാണ്. അധികം സമയം കൊണ്ടൊന്നുമല്ല, പക്ഷെ മുഴുവൻ സംഗതികളും അവരിങ്ങനെ ആരംഭം മുതൽ അവസാനം വരെ ലൈവായിട്ട് അങ്ങനെ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് വിശ്വസിക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല. ഇപ്പോൾ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഈ സ്റ്റഡിയുടെ ഇതെല്ലാം പിയർ റിവ്യൂഡ് ആയിട്ടുള്ള സ്റ്റഡികളാണ്. മെഡിസിനിലെ ഏറ്റവും ടോപ്പ് ജേർണലിൽ പിയർ റിവ്യൂഡ് ആയിട്ട് വന്നിരിക്കുന്ന സ്റ്റഡിയാണ് ലാൻസെറ്റ്. ഇതിനൊന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല, കാരണം ലാൻസെറ്റിൽ വന്നൊരു സാധനമാണ്. കത്തോലിക്ക സഭ എന്താണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്? സഭയുടെ കാഴ്ചപ്പാട് എന്താണ്? സഭ ഈ കാര്യങ്ങൾ വിശ്വസിക്കണമെന്നാണോ വിശ്വസിക്കരുതെന്നാണോ നമ്മൾ പറയുന്നത്? സഭയ്ക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായവും. പേഴ്സണലി വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. സഭ ഇതിനെ ഒന്നും ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു.
ഈ വ്യക്തിപരമായ വെളിപാടുകൾ കിട്ടുകയല്ലേ, അതുപോലെയാ. ഇപ്പോൾ എനിക്ക് മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലുണ്ടായി, അല്ലെങ്കിൽ കുറച്ച് സന്ദേശങ്ങൾ ലഭിച്ചു എന്ന് പറയുമ്പോൾ സഭ അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും പറയാറില്ല. അങ്ങനെ സന്ദേശം കിട്ടിയെങ്കിൽ നല്ലത്, നിങ്ങൾ നന്നായിട്ട് ജീവിക്കുക, അത് കേട്ട ആൾക്കാർക്ക് അതനുസരിച്ച് ജീവിച്ച് നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നേ സഭ പറയാറുള്ളൂ. സഭ അതൊരു നിർബന്ധമായിട്ട് പറയാറില്ല. അതുപോലെ തന്നെയാണ് ഇതിനെക്കുറിച്ചും പറയുന്നത്. പക്ഷേ ഇത്തരം സന്ദർഭങ്ങളെ ദൈവം നമ്മുടെ ആത്മാക്കളുടെ ഉണർവിനായിട്ടോ കൃപയുടെ വർഷത്തിനായിട്ടോ ഒക്കെ ഉപയോഗിക്കാം എന്ന് സഭ പറയുന്നു. അതായത് ഇതൊന്നും ദൈവം പ്രത്യേകിച്ചൊരു അത്ഭുതം ചെയ്യുന്നതായിരിക്കണമെന്നില്ല. പക്ഷെ ഇത്തരം സംഭവങ്ങളിൽ അതിൽ കൂടെ ദൈവം നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കും, കുറേ കൃപ നമുക്ക് ലഭിക്കാനായിട്ട് ഇടയാക്കും. ഉദാഹരണമായിട്ട് ഈ ഭൂമിയിൽ ഈ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ദൈവം തരുന്നതാണോ? അല്ല. ഒരു തെറ്റിദ്ധാരണയും വേണ്ട. മാത്രമല്ല, ദൈവത്തിന് അങ്ങനെ ആഗ്രഹമേ ഇല്ല നമ്മൾ കഷ്ടപ്പെടണമെന്നും വേദന അനുഭവിക്കണമെന്നും മുറിവേൽപ്പിക്കപ്പെടണമെന്നും ഒന്നും ദൈവത്തിന് ആഗ്രഹമില്ല. പക്ഷെ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ദൈവം ആഗ്രഹിച്ചിട്ടല്ല അത് വരുന്നത്, അതിൽ കൂടെ നമുക്ക് നന്മയുണ്ടാക്കി തരാൻ ദൈവത്തിന് പറ്റും. ഫുൾട്ടൻ ജേഷീൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഓരോ ഹോസ്പിറ്റലുകളുടെയും മുന്നിലെത്തുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, എത്രമാത്രം കഷ്ടപ്പാടുകളും വേദനയുമാണ് ഇവിടെ വേസ്റ്റായി പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയും. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഈ കഷ്ടപ്പാടുകളും വേദനയും എന്തായാലും അവർ അനുഭവിക്കണം അല്ലേ, അത് ഒഴിവാക്കാൻ പറ്റിയല്ല. എന്നാൽ ഈ കഷ്ടപ്പാടുകളും വേദനയും ക്രിസ്തുവിനെ പ്രതി അനുഭവിക്കാൻ അവർ സമ്മതിച്ചിരുന്നു എങ്കിൽ കൃപയുടെ വലിയ വർഷം അതിലൂടെ ഉണ്ടായേനെ. അതിനു പകരം അതിപ്പോൾ വേസ്റ്റായി പോവുകയാണ് എന്ന് പറഞ്ഞു. അത് മനസ്സിലായാൽ ഈ കാര്യം, നമ്മൾ ഈ പറയുന്ന കാര്യം മനസ്സിലാവും. കഷ്ടപ്പാടുകളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളും ഒന്നും കർത്താവിൻ്റെ നമ്മളെക്കുറിച്ചുള്ള പദ്ധതിയുടെ ഭാഗമല്ലെങ്കിൽ പോലും അത്തരം ദുരന്തങ്ങളിലൂടെയും കൃപ ഉണ്ടാക്കി തരാൻ ദൈവത്തിന് സാധിക്കും. പിന്നെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഇത്തരം അനുഭവങ്ങളെ സൈദ്ധാന്തികമായ നിഗമനങ്ങളിലെത്താൻ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ ഇത് കൃപയുടെ വർഷമായിട്ട് സ്വീകരിക്കണം. ഇനി 2 കൊറിന്തോസ് 12:2, 14 വർഷം മുമ്പ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം. ശരീരത്തോടു കൂടെയോ ശരീരം കൂടാതെയോ എന്നെനിക്കറിയില്ല, അത് ദൈവത്തിനെ അറിയൂ. ആരായി മനുഷ്യൻ? വിശുദ്ധ പൗലോസ്ലീഹ. അപ്പോൾ ഇതെന്താണ് സംഭവം? പല ദൈവശാസ്ത്രജ്ഞന്മാരും കരുതുന്നത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന്. അത് യഥാർത്ഥത്തിൽ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം മരിച്ചോ മരിച്ചിട്ടില്ലയോ എന്ന് പൗലോസിന് അറിയില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. ഒരുപക്ഷെ മരിച്ചതിന് ശേഷം തിരിച്ചു വന്നതാകാം, ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ആകാം, അല്ലെങ്കിൽ ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ആകാം. അത് പൗലോസ് നമ്മളോട് ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല. ആർക്കും അറിയില്ല. ഒത്തിരി ആൾക്കാർ വളരെ ആഗ്രഹത്തോടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഇത്. എന്താണ് പൗലോസ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്? നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ആകാം. അപ്പൊ ഇവിടെ നമ്മൾ 2 കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. ഒന്ന്, മരണത്തിന് വൈദ്യശാസ്ത്രപരമായ ഒരു തലമുണ്ട്, ഒരു മാനമുണ്ട്. അത് നമ്മൾ ഈ കണ്ട മാനങ്ങൾ, അത് മാത്രമേ ഉള്ളൂ മരണത്തിന്റെ മാനം? അല്ല, ദൈവശാസ്ത്രപരമായ മാനം കൂടെ ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ആ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ജീവിതത്തിന്റെ വലിയൊരു പങ്ക് വേസ്റ്റ് ചെയ്തതുപോലെ വൈരുദ്ധ്യാത്മകമായിട്ടുള്ള ആ ഭൗതിക മെറ്റീരിയലിസത്തിന്റെ പുറകെ അത് മാത്രമേ ഉള്ളൂ, മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന് പറയുന്ന, അത് വൈദ്യശാസ്ത്രപരമായ മാത്രം മാനമാണ്. പക്ഷെ അതല്ല, മരണത്തിന് ശേഷം ഒരവസ്ഥയുണ്ട് എന്ന് പറയുന്ന ദൈവശാസ്ത്ര മാനങ്ങൾ. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. അപ്പൊ ഇതായിരുന്നു ആമുഖം. ഏതാണ്ട് ക്ലാസ് കഴിയാനുള്ള സമയമായി അല്ലേ? ഇതായിരുന്നു ആമുഖം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി അടുത്ത 4 സെഷൻ 4 അന്ത്യകാര്യങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഏതൊക്കെയാണ് 4 അന്ത്യകാര്യങ്ങൾ? ഒന്ന് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു, മരണം, വിധി, സ്വർഗം, നരകം. വെരി ഗുഡ്. ഈ 4 കാര്യങ്ങൾ മനുഷ്യവർഗത്തിന് മൊത്തം നോക്കുമ്പോൾ ഈ 4 കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൽ അവസാനത്തെ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. സ്വർഗം കിട്ടിയവർക്ക് നരകം കിട്ടിയാല, നരകം കിട്ടിയവർക്ക് സ്വർഗവും കിട്ടിയാല, രണ്ടും കൂടെ കിട്ടിയാല. അപ്പൊ അതുകൊണ്ട് എല്ലാ മനുഷ്യരും, ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും ഈ 3 അവസ്ഥകളിലൂടെ, ഏതെങ്കിലും 3 അവസ്ഥകളിലൂടെ കടന്നു പോകും. മൂന്നാമത്തേത് ഏതെന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ നമ്മൾ ഈ നടത്തുന്ന ഈ 4 സെഷനുകൾ എസ്കറ്റോളജി എന്ന് പറയുന്ന ദൈവശാസ്ത്ര മേഖലയാണ്. എസ്കറ്റോളജി, യുഗാന്ത്യ പഠനം എന്നാണ് അതിൻ്റെ അർത്ഥം. പലപ്പോഴും എസ്കറ്റോളജി എന്ന് പറഞ്ഞാൽ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നത്, 3 ദിവസം ഇരുട്ടായിരിക്കുന്നത്, അങ്ങനത്തെ കുറേ ബഹളങ്ങളില്ലേ, അതാണ് എസ്കറ്റോളജി എന്നാണ് കരുതുന്നത്. അത് അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. എസ്കറ്റോളജി എന്ന് പറഞ്ഞാൽ ഇതാണ് യുഗാന്ത്യം, അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും അന്ത്യം. അതിനെയാണ് എസ്കറ്റോളജി എന്ന് വിളിക്കുന്നത്.
അപ്പോൾ അതിൽ 4 വിഷയങ്ങൾ, ഒന്നാമത്തെ വിഷയമായ മരണത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എന്തിനാണ് ഇത് പഠിക്കുന്നത്? നിങ്ങളൊന്ന് പേടിപ്പിച്ചേക്കാന്ന് കരുതിയാണോ ഞാനിത് പറയുന്നത്? അല്ല, ഭയപ്പെടുത്താനും ഭയപ്പെടാനും ഒന്നുമല്ല ഇത് പഠിക്കുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ തിരിച്ചറിയണം മരണം എന്ന് പറഞ്ഞാൽ എന്താണ്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ആ ഭയം ഇല്ലാതെയാകും. മരണം എന്താണെന്ന് യഥാർത്ഥത്തിൽ തിരിച്ചറിയാനായിട്ട് ക്ലാസ്സിൽ ശ്രമിക്കുന്നത്. എന്നിട്ട് അതിനുവേണ്ടി നന്നായിട്ട് ഒരുങ്ങാൻ. എന്തിനാണ് നന്നായിട്ട് ഒരുങ്ങുന്നത്? ഏത് കാര്യവും വൃത്തിയായിട്ട് ചെയ്യണമെങ്കിൽ നല്ല ഒരുക്കം വേണം. നന്നായിട്ട് ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഡ്രൈവിംഗ് നന്നായിട്ട് പഠിക്കണം. നല്ല ഭക്ഷണസാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആരെങ്കിലും പറയാറുണ്ടോ ഇത് ലക്കിനുണ്ടായി പോയതാണെന്ന് പറയാറുണ്ടോ? അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പൊതുവെ അങ്ങനെയല്ല. നമുക്ക് നല്ല കുക്കിംഗ് അറിയാമെങ്കിലേ, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ മരണത്തെക്കുറിച്ച് നല്ല ഒരുക്കം ഉണ്ടെങ്കിൽ നല്ല മരണം കിട്ടും. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നത്. നല്ല മരണത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് ജീവിച്ച് ഒരുങ്ങാൻ വേണ്ടി. കാരണം എന്താ? ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറയുന്നതുണ്ടല്ലോ, അതൊരു വിജയമാണ്. അതൊരു നഷ്ടമോ പരാജയമോ ഒന്നുമല്ല. ക്രിസ്തുവിനോടൊപ്പം മരിക്കാൻ പറ്റുക എന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു വിജയം സംഭവിക്കാനില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ സൈദ്ധാന്തികമായിട്ട് പറഞ്ഞാലും മരണമെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ എല്ലാ തിരക്കിനുമിടയിൽ മധ്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, ഈ ജീവിതത്തിൻ്റെ ഓട്ടത്തിനിടയ്ക്ക് അല്ലെങ്കിൽ ആ ഓട്ടത്തിന് ക്ഷീണത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ടക്ക് 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 ഇതിങ്ങനെ കേൾക്കുക, മുട്ട് വാതിലല്ലെന്ന് മാത്രം. ഇതിന് മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റിയല്ല. നിങ്ങളുടെ വീടിൻ്റെ വാതിൽക്കൽ ആൾ വന്ന് മുട്ടിയാൽ അകത്ത് ആളില്ല എന്ന് നടിച്ചിരിക്കാൻ പറ്റും. പക്ഷേ ഈ ആത്മാവിൻ്റെ കവാടത്തിൽ വന്ന് മരണം മുട്ടി വിളിക്കുന്ന സമയത്ത് അതിന് മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റിയല്ല. സമയത്ത് എന്താ ശരിക്കും സംഭവിക്കുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കിയേ. നമ്മുടെ പേര്, നമ്മുടെ സൽപ്പേര്, നമ്മൾ നേടിയെടുത്തതെല്ലാം, നമ്മളെക്കുറിച്ച് ആൾക്കാർ ചിന്തിച്ചു വെച്ചിരിക്കുന്നതെല്ലാം എന്തിന് താൽക്കാലികമായിട്ട് നമ്മുടെ ശരീരം പോലും ഉപേക്ഷിച്ചു പോകുന്ന ഒരു പോക്ക്, തിരിച്ചുവരവില്ലാത്ത പോക്ക്. ഇപ്പം നമ്മൾ ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഡെത്ത് എക്സ്പീരിയൻസ് എന്നല്ല പറയുന്നത്, അതിനെ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. ഒരു പ്രാവശ്യം ചെയ്തു തെറ്റിപ്പോയി എന്നാൽ കുറച്ചുകൂടെ നന്നാക്കി അടുത്ത പ്രാവശ്യം ചെയ്യാം എന്ന് പറയാനുള്ള സാഹചര്യമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ എന്ന് പറയുന്നില്ലേ, എപ്പോഴും നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ പറയാം, ഞാൻ എന്ന് പറയുന്ന ആ സാധനം, ഞാൻ എന്ന് പറയാനായിട്ട് ഒന്നും അവശേഷിക്കുന്നില്ലാത്ത അവസ്ഥ. മരിച്ചു കിടക്കുമ്പോൾ അതുവരെ തോമസ് കുട്ടി എന്ന് പറഞ്ഞ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരുന്ന തോമസ് കുട്ടി ഇപ്പം ശവമായിട്ട് മാറി. തോമസ് കുട്ടി പോയി എന്നാണ് പറഞ്ഞത്. ഇതാരാ ഈ തോമസ് കുട്ടി? ഇതാണോ പോയതാണോ? നമ്മൾ ഈ കരുതുന്ന പോലെ ഒരു സിമ്പിൾ സാധനത്തെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ആത്മാവ് മാത്രം അവശേഷിക്കുന്നു. ഞാൻ എന്ന് പറയാനായിട്ട് ആത്മാവ് മാത്രം അവശേഷിക്കുന്നു. അതാകട്ടെ ദൈവത്തിൻ്റെ മുന്നിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് കാണാൻ പോകുന്നത്. ഇത് വിശുദ്ധ ജെറോം പിതാവാണ്. കാരവാജിയോ എന്ന് പറയുന്ന പെയിൻറ്റർ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പെയിൻറ്ററാണ് കാരവാജിയോ. കാരവാജിയോ വിശുദ്ധ ജെറോം പിതാവിന് വരച്ച ചിത്രമാണ്. വളരെ നല്ലൊരു പെയിൻറ്റിങ് അല്ലേ? ജെറോം പിതാവിന് പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ, ബൈബിൾ പണ്ഡിതനാണ്. അദ്ദേഹമാണ് ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇത് ടാൻസിയോ മാർലോയുടെ വിശുദ്ധ ജെറോമിനെ കുറിച്ചുള്ള പഠനം. ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ഒരു സംഗതി എന്തെങ്കിലും കണ്ടുപിടിക്കുന്നുണ്ടോ നിങ്ങൾ? തലയോട്ടി കോമൺ ആയിട്ടുള്ള ഒരു സാധനം. എന്താണ് ഇതിൻ്റെ അർത്ഥം? വല്ല കാപാലികനുമായിരുന്നു അദ്ദേഹം? എന്തെങ്കിലും ഇങ്ങനെയുള്ള കഠോരമായ പൂജകളൊക്കെ ചെയ്തിരുന്ന ആളാണോ? എന്താണ് ഇതിൻ്റെ അർത്ഥം? അദ്ദേഹത്തിനൊക്കെ ശേഷം മധ്യകാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന സന്യാസിമാര് അവരുടെ മുറിയിൽ മേശപ്പുറത്ത് ഇങ്ങനെ ഒരു തലയോട്ടി വെക്കുന്നു. ശരിക്കും ഇത് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു മക്കബറായിട്ടുള്ള ഒരു ഭീകര അലങ്കാര വസ്തുവാണെന്ന് തോന്നുമല്ലോ. പക്ഷെ ആ ഉദ്ദേശത്തോടെ അല്ല അവരങ്ങനെ വെച്ചിരിക്കുന്നത്. ഈ തലയോട്ടി ഒരു അധ്യാപകനാണ്, ഒരു നിശബ്ദനായ അധ്യാപകൻ. ഇതെന്താണ് ഈ തലയോട്ടി പഠിപ്പിക്കുന്നത്? ഒരു ഓർമ്മപ്പെടുത്തലാണ് അല്ലേ? അതൊരു ഭയപ്പെടുത്തലല്ല, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇപ്പൊ നമ്മൾ ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ വെളിച്ചത്തിൻ്റെ ദിവസം ഉണ്ടല്ലോ, അതിൻ്റെ അവസാനം ഇരുട്ടിൻ്റെ ഒരു സമയം വരും. ആ ഇരുട്ടിൻ്റെ സമയം വരുമ്പോഴേക്കും അന്നേരം ഇരുട്ടിലാകാതിരിക്കാനായിട്ട് ഈ വെളിച്ചത്തിൻ്റെ സമയത്ത് ഉണർന്നിരുന്ന് പ്രവർത്തിക്കുക. അതാണ് ആ ഓർമ്മപ്പെടുത്തൽ. ഒരു വാചകമുണ്ട്, മെമെന്തോ മോറി. ഇവര് പലപ്പോഴും ഈ തലയോട്ടിയുടെ നെറ്റിയിൽ ഇത് എഴുതി വെക്കും, മെമെന്തോ മോറി. മെമെന്തോ മോറി എന്ന് പറഞ്ഞാൽ റിമെമ്പർ ടു ഡൈ, റിമെമ്പർ ഡെത്ത്, റിമെമ്പർ യു ഷാൽ ഡൈ. ഓർമ്മിക്കുക, ഒരു ദിവസം മരണമുണ്ട്. നമ്മുടെ സീറോ മലബാർ ക്രമത്തിലെ വളരെ മനോഹരമായ പാട്ടില്ലേ, ഓർക്കുക മർത്യാ നീ മരണം വരും വരുന്നാൾ. അതാണ് ശരിക്കും ഇത് മെമെന്തോ മോറി. അവരൊന്നുകിൽ ഈ തലയോട്ടിയുടെ നെറ്റിയിൽ അതങ്ങനെ എഴുതി വയ്ക്കും, അല്ലെങ്കിൽ ഒരു ഫലകത്തിൽ എഴുതി വയ്ക്കും,
ഇവിടെ ഒന്നും എഴുതി വെച്ചില്ലെങ്കിലും തീർച്ചയായും അവരവരുടെ ഹൃദയങ്ങളിൽ എഴുതി വയ്ക്കും, മെമെന്തോ മോറി, ഓർക്കുക, മരണം ഒരു ദിവസം വരും. നിങ്ങൾക്ക് ഈ സന്യാസികളുടെ ജീവിതചര്യയെക്കുറിച്ചും അവരുടെ തിയോളജിയെക്കുറിച്ചും ധാരണയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, അവരൊന്നും മരണത്തെ ഭയന്നുകൊണ്ടല്ല ഇത് എഴുതി വെച്ചത്, പേടിപ്പിക്കാൻ വേണ്ടിയല്ല. ഇങ്ങനെയൊരു സമയം വരും, ആ സമയമാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുക്കത്തോടെ അതിനെ നേരിടാനുള്ള അവരുടെ ഒരുക്കമായിരുന്നു. ഇപ്പൊ നമ്മളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതം എങ്ങനെയാണ്? ഈ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മളൊന്ന് റെട്രോസ്പെക്ട് ചെയ്യണം. നമ്മുടെ ജീവിതം എങ്ങനെയാണ്? ഈ ജീവിതത്തിൽ നേടിയെടുക്കാൻ ആഗ്രഹമുള്ളതൊക്കെ വെട്ടിപ്പിടിക്കാനുള്ള ആ ഓട്ടത്തിനിടയിൽ നമ്മുടെ കാലിൻ്റെ അടിയിൽ അരഞ്ഞു തീരുന്ന ആ ചെറുനാമ്പുകളായിട്ടുള്ള മറ്റുള്ളവരുടെ ജീവിതങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. നമ്മുടെ ഒരു ഇത്തിരി സ്നേഹം കിട്ടിയിരുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിന് ഒത്തിരി മാറ്റം സംഭവിക്കുമായിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഞാനത് കൊടുക്കാൻ തയ്യാറാകാതെ എൻ്റെ ജീവിതത്തിൻ്റെ ഈ വെട്ടിപ്പിടിക്കാനുള്ള പ്രയാണത്തിന് അല്പം പോലും ഒന്ന് വേഗത കുറയ്ക്കാൻ തയ്യാറാകാതെ ഈ തകർന്നു വീഴുന്ന ജീവിതങ്ങളൊന്നും എന്നോട് ബന്ധപ്പെട്ടതല്ല, എൻ്റെ മക്കളല്ലല്ലോ, എൻ്റെ ഭാര്യയല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ നമ്മൾ കേൾക്കാതെ നമ്മുടെ ചെവിപ്പുറകിൽ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്, മെമെന്തോ മോറി, റിമെമ്പർ യു വിൽ ഡൈ. മരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഒരു 3 സ്റ്റേജുകൾ നമ്മൾ കുറേ കേസുകളിൽ കൂടെ കണ്ടു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജ് ഒരു വിധിക്കായി ഒരു സ്ഥലത്ത് നിൽക്കുന്നതിൻ്റെ അനുഭവം. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു യാഥാർത്ഥ്യമാണല്ലോ ശരിക്കും. ഇതുപോലെ തന്നെ ഈ സന്യാസിമാർ പറയുന്ന ഒരു വാചകമുണ്ട്, മോഴ്സ് സേർത്ത ഹോറ ഇൻസേർത്ത. മരണം നിശ്ചയമാണ്, മരണത്തിൻ്റെ നിമിഷം മാത്രമേ അനിശ്ചിതമായതുള്ളൂ. സത്യത്തിൽ എങ്ങനെയാണ് മരണത്തെ നേരിടേണ്ടത്? പിശാചുക്കളെ കുറിച്ച് പറയുന്ന സമയത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പിശാചുക്കളിൽ ഏറ്റവും ഭീബത്സവും ഭീകരനുമായ പിശാച് ഏതാ? ലൂസിഫറാണ്. ലൂസിഫർ ഇങ്ങനെ ആൾക്കാരെ പേടിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഒരു ദിവസം സെന്റ് പീറ്റർ കിടന്നുറങ്ങുന്നതിനെ കുറിച്ച് പറയുന്നത്, പത്രോസ് കിടന്ന് ഈ വിശേഷ പ്രഘോഷണമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന് കിടന്നുറങ്ങുമ്പോൾ റൂമിൽ ഭയങ്കര ബഹളം, തീയുടെ ഭയങ്കര ചൂട്, ഗന്ധകത്തിന്റെ മണം. അങ്ങനെ പത്രോസ് തിരിഞ്ഞു നോക്കുമ്പോൾ ലൂസിഫർ ഇങ്ങനെ സകല പ്രതാപത്തിലും ഇങ്ങനെ നിൽക്കുകയാണ്. നീ ആയിരുന്നോ എന്ന് പറഞ്ഞ് പത്രോസ് തിരിഞ്ഞു കിടന്നുറങ്ങി. അപ്പൊ ലൂസിഫറിന് സഹിക്കാൻ പറ്റാത്തത് ഇതാ, ഉച്ചിക്കുന്നതാണ് സഹിക്കാൻ പറ്റാത്തത്. കാരണം അവന്റെ അന്തസ്സത്ത് തന്നെ അഹങ്കാരമാണല്ലോ, ഈഗോയാണല്ലോ അവന്റെ ബലം എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ തന്നെയാണ് മരണത്തെയും നേരിടേണ്ടത്. മരണത്തെ ശരിക്കും നമ്മൾ കണ്ണിൽ നോക്കി നേരിടണം. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും, നമ്മൾ പലപ്പോഴും ഓർക്കും, മഹാധീരന്മാരായിട്ടുള്ള വലിയ യുദ്ധവിജയങ്ങളൊക്കെ നേടിയ അലക്സാണ്ടറിനെയും ജൂലിയസ് സീസറിനെയും ഒക്കെ പോലെയുള്ള ആൾക്കാർക്ക് മാത്രം സാധിക്കുന്നതാണ് ഇത്. എൻ്റെ ബലമായ സംശയം അവരൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ കാറി വിളിച്ച് മരിച്ചിട്ടുണ്ടാകും. എനിക്കറിയാം കേട്ടോ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിൽ ആരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത, എന്നാൽ മരണത്തെ സ്വച്ഛ സുന്ദരമായിട്ട് ചുണ്ടിലൊരു ചിരിയോടെ സ്വീകരിച്ച പല വിശുദ്ധാത്മാക്കളെ അറിയാം. ഒരാളും അവരെ ഒന്നും അറിയുക, മനുഷ്യരാരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ആൾക്കാർ. ശ്രമിച്ചാൽ വിഷമമുള്ള സംഗതിയല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഈ പറഞ്ഞു വരുന്നത്. ഒരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് നമ്മൾ ഭയത്തോടെ ഇതിനെ സമീപിക്കേണ്ട എന്ന് പറയുന്നത്? അതൊരു വെറും ഒരു ഉപദേശം, ഒരു അർത്ഥമില്ലാത്ത ഉപദേശം എന്ന രീതിയിലല്ല അതിനെ എടുക്കേണ്ടത്. അതിനൊരു അടിസ്ഥാനമുണ്ട്. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ഒഴിവാക്കാനാവാത്ത ഈ മരണം സത്യത്തില് ജീവിതത്തിന്റെ അവസാനത്തെ അധ്യായമല്ല. അത് ഒരു പുതിയ അധ്യായത്തിന്റെ ആദ്യത്തെ പേജാണെന്ന് പറയാം. വളരെ സുദീർഘമായിട്ട് കിടക്കുന്ന ജീവിതം എന്ന് പറയുന്ന ആ കഥാപുസ്തകത്തിലെ ഒരു ചെറിയ അധ്യായം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട്. ഇനി അനേകം രചിക്കപ്പെടാനിരിക്കുന്ന അനേകം അധ്യായങ്ങളുണ്ടല്ലോ. അതിലെ ആദ്യത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ പേജ് മാത്രമാണ് മരണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 2ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ പേജിലെ ആദ്യത്തെ വാചകം മാത്രമാണ് മരിച്ചു കേട്ടോ എന്ന് പറയുന്നത്. ഇനിയാണ് കഥ കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട എന്ന് പറയുന്നത്. കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 10:13, ഇഹലോക ജീവിതം എന്ന തീർത്ഥയാത്രയുടെ അന്ത്യമാണ് മരണം. ഒരു പിൽഗ്രിമേജ് ആണ് ഈ ഇഹലോക ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ വലിയ വീടൊക്കെ കെട്ടിപ്പടുത്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ആയിട്ട് വലിയ വീടുകൾ. ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. ഈ വീടൊക്കെ മോടി കൂട്ടി അവിടെ ലോകത്തിലില്ലാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച് വളരെ സൗകര്യമായിട്ട് നമ്മൾ ജീവിക്കുന്നു.
ഈ അധ്വാനിക്കുന്നത് എങ്ങനെയുണ്ട്, ഇതിനെക്കുറിച്ച് എന്താ പറയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഈ പോകുന്ന യാത്ര ചെയ്യുന്ന ഇടയ്ക്ക് ഇറങ്ങി നിൽക്കുന്ന ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ, അതൊരു AC റൂമാക്കിയേക്കാം, നമ്മുടെ ജീവിതത്തിലെ സമ്പാദ്യങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി അടുക്കി വെച്ചേക്കാം എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതാറുണ്ടോ? ഇല്ല. എന്നാൽ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതമാകുന്ന ആ വലിയ യാത്രയിൽ ഇറങ്ങി ഒരു നിമിഷം നിൽക്കുന്ന ബസ് സ്റ്റോപ്പ് മാത്രമാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി സ്വരുക്കൂട്ടുകയും ഇതിനു വേണ്ടി മരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ ഒരു ബസ് സ്റ്റോപ്പ് മോടി പിടിപ്പിക്കാനായിട്ട് അവിടെ ചെലവഴിച്ചിട്ട് അടുത്ത ബസ് വരുമ്പോൾ അവിടെ നിന്ന് കയറി അടുത്ത സ്റ്റോപ്പിലേക്ക് പോകുന്ന മനുഷ്യന്റെ വിഡ്ഢിത്തം പോലെ അത്രമേൽ വലിയ വിഡ്ഢിത്തമാണ് എന്ന് പറയുന്നത്. വലിയ ഒരു ജീവിത യാഥാർത്ഥ്യമാണ് അത് പറഞ്ഞു തരുന്നത്. CCC 10:13 വീണ്ടും ഞാൻ വായിക്കാം. ഇഹലോക ജീവിതം എന്ന തീർത്ഥയാത്രയുടെ അന്ത്യമാണ് മരണം. ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവകൃപ സ്വീകരിക്കുന്നതിനോ നിരാകരിക്കുന്നതിനോ ഉള്ള അവസാന അവസരം. ഈ രണ്ടാമത്തെ വാചകം നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് കൂടുതൽ നന്നായിട്ട് പഠിക്കാൻ പോകുന്നത്. ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയുണ്ടല്ലോ, ആ കൃപ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാനുള്ള ഏറ്റവും അവസാനത്തെ അവസരം. ഞാൻ പറഞ്ഞല്ലോ, വളരെ സുദീർഘമായ ജീവിതം ഇനിയും കിടക്കുകയാണ് എന്ന് ഈ ജീവിതത്തിന് ശേഷം, ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം. പക്ഷേ ഇനി കിടക്കാനിരിക്കുന്ന ആ ഇൻഫിനിറ്റിയിലോളം നീണ്ടു കിടക്കുന്ന ആ ജീവിതത്തിൽ ഒരിക്കലും ഒരു നന്മ ചെയ്യുന്നതിനോ ചെയ്യാതിരിക്കുന്നതിനോ ഉള്ള സാഹചര്യം ഈ ഭൂമിയിൽ മാത്രമേ ആ തിരഞ്ഞെടുപ്പിനുള്ള അവകാശവും അവസരവും. ഈ പറഞ്ഞ തോട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യും. പക്ഷേ ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഈ സംഗതി. മരിച്ചതിന് ശേഷം പാപങ്ങൾ മോചിക്കാനുള്ള അവസരമുണ്ടോ? നിങ്ങൾ മരിച്ചതിന് ശേഷം നിങ്ങളുടെ പാപങ്ങൾ മോചിക്കാൻ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ മരിച്ചതിന് ശേഷം ചിലപ്പോൾ നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടേക്കാം, പക്ഷെ നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും പാപം മോചിക്കപ്പെടാതിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? അഥവാ നിങ്ങൾ ശ്രമിച്ചാൽ, നിങ്ങൾ മാത്രം ശ്രമിച്ചാൽ ഏറ്റവും വലിയ നിങ്ങളുടെ പാപം മോചിക്കാൻ സാധിക്കും. എങ്ങനെയാത്? കുമ്പസാരം. അതാണ് ഈ പറഞ്ഞത്, ദൈവത്തിന്റെ കൃപ സ്വീകരിക്കാനോ നിരാകരിക്കാനോ ഉള്ള അവസാന അവസരമാണ് മരണമെന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങളുടെ ഓരോ പാപവും, ഏറ്റവും ചെറിയ ലഘുപാപം പോലും മോചിക്കാൻ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള പഠനത്തിൽ ഞാൻ ഇതിന്റെ കൂടുതലായിട്ട് വിശദീകരിച്ചോളാം. ഇനി ഇങ്ങനെ വിശ്വസിക്കാനായിട്ട് നമുക്കുള്ള അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ അതിനൊരു സത്യത്തിൽ 4 ഡോക്ട്രിനലായിട്ട് 4 ഫൗണ്ടേഷൻസ് ആണ്. ഒന്ന് വിശുദ്ധ ഗ്രന്ഥങ്ങൾ, ബൈബിൾ നമ്മളെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ഹോളി ട്രഡീഷൻ എന്ന് പറയും, പരിശുദ്ധമായ പാരമ്പര്യം. നിങ്ങൾക്കറിയാലോ, കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഗ്രന്ഥം മാത്രമല്ല പാരമ്പര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായപ്പോൾ അപ്പസ്തോലന്മാർ എന്താണ് ചെയ്തത് എന്ന് നമ്മൾ പഠിക്കും. അത് സഭയുടെ പാരമ്പര്യമാണ്. ഒരു കത്തോലിക്കൻ എന്ന നിലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥതയുള്ളത്? ഒന്ന്, ക്രിസ്തു പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഡിവൈൻലി റിവീൽഡ് എന്നാണ് അതിന് പറയുന്നത്. ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ, അതൊന്നും നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയല്ല. അപ്പസ്റ്റോലിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പസ്തോലന്മാര്, ഈശോയുടെ ശിഷ്യന്മാര് പഠിപ്പിച്ച കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ്. മൂന്നാമതായിട്ട് സഭ ഔദ്യോഗികമായിട്ട് മജിസ്റ്റീരിയത്തിന്റെ പവർ ഉപയോഗിച്ച് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മെത്രാനോ ഏതെങ്കിലും കർദിനാളോ ഏതെങ്കിലും മാർപ്പാപ്പയോ ഇരുന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്നും നമ്മളെല്ലാവരും അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല. മാർപ്പാപ്പ പറയുന്നത് തന്നെ അതിന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. പത്രോസിന്റെ പിൻഗാമി എന്ന നിലയിൽ ലോകമാസകലമുള്ള മെത്രാന്മാരുടെ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മ പ്രചോദിതമായി ഞാൻ ഔദ്യോഗികമായി പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങളെയാണ് നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥതയുള്ളത്. അല്ലാതെ ഒരു ദിവസം അവിടെ എഴുന്നിട്ട് പ്ലെയിനെ യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പറഞ്ഞാൽ അതൊന്നും അനുസരിക്കാൻ ബാധ്യതയില്ല. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ? ഈ ലോകമാസകലമുള്ള മെത്രാന്മാരെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ ജീവിച്ചിരുന്ന് ഇപ്പൊ ഇവിടെ ഈ പേപ്പറിൽ ഒപ്പിട്ട മെത്രാന്മാരെന്നാണോ? അല്ല. ഈ സഭയുടെ ആരംഭം മുതൽ യുനാനിമസ് ആയിട്ട് സഭയിലെ മെത്രാന്മാര് പഠിപ്പിച്ച കൊളീജിയം ഓഫ് ദ ബിഷപ്സ് എന്ന് പറയുന്ന അവര് യുനാനിമസ് ആയിട്ട് പഠിപ്പിച്ച കാര്യങ്ങൾ എന്നാണ് അതിനർത്ഥം. കാരണം എന്താ?
സഭ എന്ന് പറഞ്ഞത് ജീവിച്ചിരിക്കുന്നവരും നമ്മൾ പറയുന്നവരുടെ മാത്രമല്ല, സ്വർഗീയരായിരിക്കുന്ന വിശുദ്ധരുടെയും സഭയാണ്. ഇനി അടുത്ത നാലാമത്, സഭാപിതാക്കന്മാര്, ഡോക്ടേഴ്സ് ഓഫ് ദ ചർച്ച്, ഫാദേഴ്സ് ഓഫ് ദ ചർച്ച് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അവര് സഭാപിതാക്കന്മാര്, വേദപാരംഗതന്മാര്, സ്കൊളാസ്റ്റിക്കുകൾ എന്ന് പറയുന്നത്. സ്കൊളാസ്റ്റിക്കുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബോനവെഞ്ചർ, സെന്റ് തോമസ് അക്വീനസ്, ഇങ്ങനെയൊക്കെയുള്ള സഭാപിതാക്കന്മാർക്ക് ശേഷം വന്ന വലിയ ദൈവശാസ്ത്രജ്ഞന്മാരായിരുന്ന ആൾക്കാർ. ഇവരെല്ലാവർക്കും, അടുത്ത വാക്ക് വളരെ പ്രധാനപ്പെട്ട, ഇന്ന് ഞങ്ങളുടെ മോള് ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യം, അതുകൊണ്ട് കൂടെ ഞാൻ പറയുന്നത്, ഇവർക്കെല്ലാവർക്കും യുനാനിമിറ്റി ഉള്ള കാര്യം, ഇവരെല്ലാവർക്കും ഏകാഭിപ്രായമുള്ള കാര്യങ്ങൾ. ഏതെങ്കിലും ഒരു സഭാപിതാവ് എന്തെങ്കിലും പറഞ്ഞ കാര്യം നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല. തെർത്തുള്ളിയൻ തെറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. എന്തിന്? സഭാപിതാക്കന്മാരുടെ സഭാപിതാവെന്നാണ് സെന്റ് അഗസ്റ്റിനെ കുറിച്ച് പറയുന്നത്, അഗസ്തീനോസിനെ കുറിച്ച് പറയുന്നത്. ഗർഭസ്ഥ ശിശുക്കളെ കുറിച്ച് അഗസ്തീനോസിന്റെ പഠനം സഭ തള്ളിക്കളഞ്ഞു. അപ്പൊ എന്താ പ്രശ്നം? അവിടെ യുനാനിമിറ്റി ഇല്ല, ഏകാഭിപ്രായമില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളെ നമ്മൾ അനുസരിക്കാൻ ബാധ്യതയുള്ളൂ. അത് നിങ്ങൾ ഓർത്തണം. ഇത് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഞാൻ പറഞ്ഞു പോയി എന്ന് മാത്രം. നമ്മളൊരു നല്ലൊരു സ്റ്റഡി ഗ്രൂപ്പ് ആയതുകൊണ്ട് അതിനെക്കുറിച്ച് ബോധം ഉണ്ടാകണം. അപ്പോൾ 4 കാര്യങ്ങളാണ് നമുക്ക് അടിസ്ഥാനമായിട്ടുള്ള ചിന്താഗതി. 1, വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 2, സഭയുടെ പാരമ്പര്യം. 3, സഭയുടെ മതബോധനം, കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് ഒക്കെ സഭയുടെ മതബോധനത്തിന്റെ ഭാഗമാണ്. പിന്നെ മജിസ്റ്റീരിയം, ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ സഭയുടെ പ്രബോധനാധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ അതിന്റെ 2-3 എക്സാമ്പിൾസ് പെട്ടെന്ന് കടന്നു പോകാം. നമ്മൾ മരണം എങ്ങനെയാണ് ലോകത്തിലേക്ക് വന്നത്? പാപത്തിന്റെ ഫലമായിട്ടാണ്. ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള പദ്ധതിയിൽ മരണം ഉണ്ടായിരുന്നില്ല. അല്പം പോലും സംശയിക്കേണ്ട, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച സമയത്തുണ്ടായിരുന്ന ബ്ലൂ പ്രിന്റിനകത്ത് അവസാനം മരണം അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. പാപത്തിന്റെ ഫലമായിട്ടാണ് മരണം വന്നത്. റോമ 6:22-23, പാപത്തിന്റെ വേതനം മരണമാണ്, ദൈവത്തിന്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴിയുള്ള നിത്യജീവനും. ഉൽപ്പത്തി 2:17, എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. ഇത് വിസ്തരത്തിൽ ജസ്റ്റ് 2 എക്സാമ്പിൾ എടുത്തേ ഉള്ളൂ. നിങ്ങൾക്ക് 10,000 എക്സാമ്പിളുകൾ കാണാനുണ്ട്, നമുക്ക് ആവശ്യമില്ലാതെ. സഭാപിതാക്കന്മാരുടെ സഭയുടെ പഠനത്തെക്കുറിച്ചൊരു എക്സാമ്പിൾ, വിസ്ത അംബ്രോസ് വിസ്ത അഗസ്തീനോസിനെ മാനസാന്തരപ്പെടുത്തിയ ആളാണ് വിസ്ത അംബ്രോസ്. മിലാന്റെ ബിഷപ്പായിരുന്നു. അദ്ദേഹം പറയുന്നു, മരണം മനുഷ്യ പ്രകൃതിയുടെ ഭാഗമായിരുന്നില്ല. നമ്മൾ നേരത്തെ കണ്ട കാര്യം തന്നെ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അതിന്റെ ഭാഗമായിരുന്നില്ല മരണം. അത് പിന്നീട് അങ്ങനെ ആയിത്തീർന്നതാണ്. സൃഷ്ടിയിൽ ദൈവം മരണം വിഭാവനം ചെയ്തിരുന്നില്ല. അതിനാൽ തന്നെ മരണം ദൈവത്തിൽ നിന്നല്ല, ദൈവം പ്ലാൻ ചെയ്തതല്ല മരണം. അത് മനുഷ്യ പാപങ്ങളുടെ അനന്തരഫലമാണ്. ഇനി കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ചിന്റെ എക്സാമ്പിൾ, CCC 1008, പാപത്തിന്റെ അനന്തരഫലമാണ് മരണം. മനുഷ്യന്റെ പാപങ്ങളുടെ ഫലമായാണ് മരണം ലോകത്തിൽ പ്രവേശിച്ചത് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിന്റെയും വിശുദ്ധ പാരമ്പര്യത്തിന്റെയും ഉത്തരവാദപ്പെട്ട വ്യാഖ്യാതാവ് എന്ന അധികാരത്തോടെ സഭ പഠിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് സഭ ഇങ്ങനെ പഠിപ്പിക്കുന്നത്? സഭയ്ക്കാണ് വിശുദ്ധ ഗ്രന്ഥങ്ങൾ എങ്ങനെ വ്യാഖ്യാനം ചെയ്യണമെന്നും വിശുദ്ധമായ സ്ലീഹന്മാരുടെയും മറ്റ് വിശുദ്ധരുടെയും പാരമ്പര്യങ്ങളെ എങ്ങനെ വ്യാഖ്യാനം ചെയ്യണമെന്നും പഠിപ്പിക്കാനുള്ള അധികാരം കർത്താവ് നൽകിയിരിക്കുന്നത്. പത്രോസെ, നിനക്ക് കെട്ടാനും അഴിക്കാനുമുള്ള അധികാരം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന അധികാരം, ദ പവർ ഓഫ് ദ കീ എന്നാണ് അതിന് പറയുന്നത്, താക്കോൽ അധികാരം. അതുപയോഗിച്ച് സഭ പഠിപ്പിക്കുന്നു, മരണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നില്ല. മരണം പിന്നീട് ലോകത്തിൽ പ്രവേശിച്ചതാണ്. പക്ഷെ ഈ മരണത്തിൽ കൂടെയും ഏതു ദുരന്തത്തിലും കൃപ വർഷിക്കാൻ സാധ്യതയുള്ള ദൈവം ഈ മരണത്തിലൂടെയും നന്മയ്ക്ക് സാഹചര്യങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, മനുഷ്യനെ കുറിച്ചുള്ള ആദിമ പദ്ധതിയിൽ മരണം ഉണ്ടായിരുന്നോ? ഇല്ല. പാപത്തിലൂടെ മനുഷ്യൻ സ്വയം മരണത്തെ ഇങ്ങനെ വെൽക്കം ചെയ്തതാണ്, സ്വാഗതം ചെയ്തതാണ്. പക്ഷേ അതോടെ ശാരീരികമായ മരണം മാത്രമല്ല സംഭവിച്ചത്. പാപം ചെയ്യുമ്പോൾ ശാരീരികമായ മരണം മാത്രമല്ല, ആത്മാവിൻ്റെ മരണവും സംഭവിക്കുന്നു. ആത്മാവിൻ്റെ മരണം എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ മരണം എന്ന രീതിയിൽ ഇപ്പോൾ എടുക്കരുത്. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത സെഷനിൽ കൂടുതലായിട്ട് പഠിക്കും. ആത്മാവിന് മരണമില്ല കേട്ടോ, ആത്മാവിന് മരണമില്ല ഒരിക്കലും. ഇപ്പൊ ഈ നരകത്തിൽ പോകുമ്പോൾ ആത്മാവിൻ്റെ മരണം എന്ന് നമ്മൾ പറയുന്നത്, ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജീവൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനോട് അല്ലെങ്കിൽ പരിശുദ്ധ ത്രിത്വത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ജീവന്റെ പ്രചോദനങ്ങൾ ഉണ്ടാകുന്നത്.
അപ്പൊ ദൈവത്തിൽ നിന്നും അകന്നു നിൽക്കുമ്പോൾ അതിന് ആ ജീവൻ ലഭിക്കുന്നില്ല എന്ന അർത്ഥത്തിലാണ് നമ്മൾ ആത്മാവിന്റെ മരണം എന്ന് പറയുന്നത്. അല്ലാതെ അതങ്ങ് ഡിസ്ട്രോയിഡ് ആയി പോയി എന്നുള്ള അർത്ഥത്തിലല്ല. അതൊരു അബദ്ധ പഠനമാണ്. ആത്മാക്കൾ അങ്ങനെ നശിച്ചു പോകും എന്ന് പറയുന്നത് തെറ്റായ പഠനമാണ്, പാഷണ്ഡതയാണ്. മരണത്തിന് ഒരു അവസ്ഥാ വ്യത്യാസമുണ്ട്. അത് ആ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് തീർക്കാം. എന്നാൽ ക്രിസ്തുവിലുള്ള മരണം നിത്യജീവിതത്തിലേക്കുള്ള വഴി തുറക്കുന്നു. എങ്ങനെയാ അത്? ആ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് തീർക്കാം. എന്താണ് ക്രിസ്തു കുരിശുമരണത്തോടെ ചെയ്തത്? മരണത്തെ ഇല്ലാതെയാക്കുകയാണോ ചെയ്തത്? അല്ല, മരണത്തെ പരിവർത്തനം ചെയ്തു എന്ന് പറഞ്ഞാൽ മരണത്തിനെ മാറ്റിയെടുത്തു. ഇതുവരെ ശാപമായിരുന്ന ഒരു സാധനത്തെ വിജയത്തിനുള്ള ഒരു മാർഗമായിട്ട് മാറ്റി. മരണം എന്ന് പറഞ്ഞത് പ്രത്യാശയില്ലാതിരുന്ന ഒരു സംഗതിയായിരുന്നു. മരണത്തിനപ്പുറം നിരാശ മാത്രമായിരുന്നു. മരണത്തിനപ്പുറം ഒന്നും നന്മയായിട്ട് അവശേഷിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ കർത്താവായ യേശു ക്രിസ്തു അവന്റെ കുരിശു മരണത്തിലൂടെ അതിനെ ഒരു വിജയത്തിനുള്ള മാർഗമാക്കി മാറ്റി. കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 1009 തൻ്റെ മരണത്തിലൂടെ ക്രിസ്തു മരണത്തിൻ്റെ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റി. മരണം ഒരു അനുഗ്രഹമാണോ? മരണം ഒരു അനുഗ്രഹമാണോ ശാപമാണോ? ചിലപ്പോൾ നമുക്ക് തോന്നും അതൊരു ശാപമാണെന്നില്ലേ? പക്ഷെ അല്ല, സത്യത്തിൽ ഒരു ശാപമല്ല. എന്തുകൊണ്ടാണ് അത് ശാപമല്ല അനുഗ്രഹമാണ് എന്ന് പറയുന്നത്? ഈ ഭൂമിയിൽ നമ്മൾ ഇതുവരെ അനുഭവിച്ച ഒരു സുഖത്തിനും പ്രദാനം ചെയ്യാനാവാത്ത സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു അവസ്ഥയിലേക്കാണ് മരണം നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകുന്നത്. അതിനെക്കുറിച്ച് പിന്നീട് ഞാനൊരു ഫ്രാൻസിസ് അസീസിയുടെ ഒരു വാചകം പറയാം. അപ്പോൾ നമുക്ക് ശരിക്കത് മനസ്സിലാവും. ശാപം എങ്ങനെയാണ് അനുഗ്രഹമായി മാറിയത് നമുക്ക് പെട്ടെന്ന് കാണാം. ആദ്യ പാപത്തിന് ശേഷം നമുക്കറിയാം മരണമാണ് ഫലമായിട്ടുണ്ടായത്. ഈ മരണത്തിന്റെ ഫലം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവിന്റെ നാശം. നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞല്ലോ, ആത്മാവിന്റെ നാശം. ഒട്ടും പ്രത്യാശയില്ല, നരകമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷയില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ജനവിഭാഗം ആയിരക്കണക്കിന് തലമുറകള് പ്രതീക്ഷയുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ പ്രതീക്ഷിക്കാൻ വകയുണ്ടായിരുന്നില്ല. പ്രതീക്ഷയുള്ളപ്പോഴും പ്രതീക്ഷിക്കാൻ വകയില്ലാതെ ആയിരക്കണക്കിന് തലമുറകൾ കടന്നു പോകുന്നു. അപ്പോഴാണ് പ്രതീക്ഷ വരുന്നത്. ക്രിസ്തുവിന്റെ കുരിശുമരണം നമുക്ക് ജീവൻ തിരിച്ചു നൽകാവുന്ന അവസ്ഥയുണ്ടാക്കി. ഇവിടെയാണ് നമ്മൾ ഈ ഐസയ ധ്യാനത്തിന്റെ സീരീസിലൊക്കെ നമ്മൾ പല പ്രാവശ്യം കണ്ടതുണ്ടല്ലോ. ഐസയ 53 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളൊക്കെ നമ്മുടെ വേദനകളാണ് അവൻ യഥാർത്ഥത്തിൽ വഹിച്ചത്, നമുക്ക് വേണ്ടിയാണ് അവൻ പീഡ അനുഭവിച്ചതെന്നൊക്കെ പറയുന്ന ആ സുദീർഘമായ ഭാഗം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ക്രിസ്തു വരുന്നതിനും ഒരു 600 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ കൃത്യമായിട്ടും കല്ലിൽ കൊത്തിവെച്ചതുപോലെ ഒരക്ഷരത്തിന് പോലും വ്യത്യാസമില്ലാതെ ഒരു പ്രവാചകൻ അത് പറയണമെങ്കിൽ ദൈവം നേരത്തെ തീരുമാനിച്ചിരുന്നു മരണത്തിന്റെ ശാപത്തെ കൃത്യമായും അനുഗ്രഹമാക്കി മാറ്റിവെക്കാൻ. അതുകൊണ്ട് കൃത്യമായിട്ടും പ്രവാചകൻ എങ്ങനെ എഴുതാൻ സാധിച്ചു? ആ ഭാഗം നിങ്ങൾ പിന്നെ സമയം കിട്ടുമ്പോൾ വായിച്ചാൽ മതി. റോമ 4:24-25. നമുക്ക് എപ്പോഴും ബോധ്യം ഉണ്ടാകണം എന്തുകൊണ്ടാണ് നമ്മൾ പ്രത്യാശയിൽ ജീവിക്കുന്നതെന്ന്. നമ്മൾ പ്രത്യാശയിൽ ജീവിക്കുന്നതിന് കാരണം ഇതാണ്: നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്നത് നമുക്കും അത് നീതിയായി. എന്താ അത്? ക്രിസ്തു പീഡ അനുഭവിച്ചത് ഐസയാ പ്രവാചകൻ നമ്മളിപ്പോൾ കണ്ട ആ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ്. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവൻ മുറിവേൽപ്പിക്കപ്പെട്ടത്. ഞാൻ ചെയ്ത പാതകങ്ങൾക്ക് വേണ്ടിയാണ് അവൻ ചാട്ടയടിക്കപ്പെട്ടത്. ഞാൻ അപമാനിതനാകാതിരിക്കാൻ വേണ്ടിയാണ് അവൻ അപമാനിതനായത് എന്ന് ക്രിസ്തുവിനെ കുറിച്ച് ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, മരിച്ച ക്രിസ്തുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവൻ യേശു ക്രിസ്തു ഈ പീഡനങ്ങളുടെ ദുരിതങ്ങളുടെ ആ ദുരിത പർവ്വങ്ങളിലൂടെ കടന്നുപോയത് ഞാൻ അനുഭവിക്കേണ്ട ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അവൻ അവന്റെ ശരീരത്തിൽ സ്വീകരിച്ചത് കൊണ്ടാണ് എന്ന് എനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ മരണത്തിന്റെ ഇനി ഒരിക്കലും ഭേദിക്കാനാവുകയില്ല എന്ന് കരുതിയിരുന്ന ആ പാതാള ഗർത്തങ്ങളിൽ നിന്നും ദൈവം ഉയർപ്പിച്ചല്ലോ. ആ ദൈവം ഈ യേശു ക്രിസ്തുവിന്റെ ഉദ്ധാനം, മരണത്തെ പരാജയപ്പെടുത്തി ഉദ്ധാനം ചെയ്ത യേശു ക്രിസ്തുവിന്റെ ഉദ്ധാനം നമുക്കും ഉദ്ധാനത്തിന് കാരണമാക്കി തരും എന്നാണ് അതിന്റെ അർത്ഥം. എന്തുകൊണ്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഒരു കുരിശുമരണം നടന്നിട്ടുണ്ട്. ആ കുരിശിൽ തറച്ച് കൊന്ന് ഈ കല്ലറയിൽ അടക്കിയവൻ ആ കല്ലറയിലല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. ശൂന്യമായ ഒരു കല്ലറയെ ലോകത്തിലുള്ളൂ എന്ന് പറയല്ലേ? ഈ ശൂന്യമായ ഒരു കല്ലറയുള്ളിടത്തോളം കാലം മരണം എന്ന് പറയുന്നത് പ്രത്യാശ നമുക്ക് നൽകുന്ന സാധനമാണ്. പ്രത്യാശയാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ക്രിസ്തുവിന്റെ കുരിശുമരണം
പാപഫലമായി ഉണ്ടായ മരണത്തെ ഇല്ലായ്മ ചെയ്യുകയല്ല ചെയ്തത്, അതിൻ്റെ അനന്തരഫലത്തെ പരിവർത്തനം ചെയ്യുകയാണ് ഉണ്ടായത്. സഭയുടെ പഠനങ്ങൾ ഞാൻ പ്രത്യേകിച്ചും എടുത്ത് പറയുന്നതാണ്. ക്രിസ്തു മരണത്തെ രൂപാന്തരീകരിച്ചു. മനുഷ്യപ്രകൃതിയായ മരണത്തെ സ്വീകരിക്കുക വഴി ക്രിസ്തു മരണത്തിന് ഒരു പുതിയ അർത്ഥം കൊടുത്തു. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണല്ലോ, യോഹന്നാൻ 11:25. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്താണ് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത്? ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൽ പീഡ അനുഭവിക്കാതെ പങ്കുചേരുകയാണ്. ക്രിസ്തുവിൻ്റെ കുരിശുമരണം പീഡാനുഭവത്തിൻ്റെ കുരിശുമരണമാണ് എങ്കിലും ഞാൻ ആ മരണത്തിൽ പീഡ അനുഭവിക്കാതെ പങ്കുചേരുക. അതാണ് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത്. ഒഴിവാക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. പക്ഷേ ഉത്ഥാനം ചെയ്യുമെന്ന പ്രതീക്ഷയിൽ ഈ മരണത്തെ നമ്മൾ എത്ര സന്തോഷത്തിലാണ് സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഫ്രാൻസിസ് അസീസി പറഞ്ഞൊരു വാചകം പറയാം എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ കാൻറ്റിക്കിൾ ഓഫ് ദ ക്രീച്ചേഴ്സിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകമാണ്. അതിൻ്റെ ട്രാൻസ്ലേഷൻ ഞാനങ്ങ് വെറുതെ ഒരു ട്രാൻസ്ലേഷൻ നടത്തി, അത് വായിച്ച് കേൾക്കുക. ആർക്കും രക്ഷപ്പെടാനാവാത്ത എൻ്റെ സഹോദരിയായ മരണത്തിലൂടെ, സിസ്റ്റർ ഡെത്ത് എന്നാണ് വിളിക്കുന്നത്, എൻ്റെ സഹോദരിയായ മരണത്തിലൂടെ ദൈവമേ അങ്ങേക്ക് ഞാൻ സ്തുതികൾ അർപ്പിക്കുന്നു എന്ന് ആലോചിക്കുക. എൻ്റെ അർത്ഥം കേൾക്കുമ്പോൾ നിസ്സാരമാണെന്ന് തോന്നും. ഒരാൾക്കും രക്ഷയില്ലാത്ത ഈ മരണം എന്ന് പറയുന്നുണ്ടല്ലോ, എൻ്റെ സഹോദരിയാണ് എന്നോടൊപ്പം പിറന്നത് എന്ന് പറയാവുന്നത്. സഹോദരി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതല്ലേ? ഞാൻ ജനിച്ചപ്പോൾ തന്നെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഈ സഹോദരി, ഞാൻ യാത്ര ചെയ്തപ്പോഴൊക്കെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഈ സഹോദരി മരണം അവസാനം എന്നെ കൈപിടിച്ച്, വഴിതെറ്റിപ്പോകുന്ന ഒരു സഹോദരി കൈപിടിച്ച് നല്ല വഴിയിലൂടെ നടത്തുന്നത് പോലെ സഹോദരി എന്നെ കൈപിടിച്ച് ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതികൾ അർപ്പിക്കാനുള്ള അവസ്ഥയിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക ആ വാചകത്തിൻ്റെ ആ സൗകുമാര്യം, അതിൻ്റെ ആ സൗന്ദര്യം. ഇത് റീക്യാപ്പാണ് കേട്ടോ, നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞതാണ്. മരണം അവസാനമായിട്ട് 2 യാഥാർത്ഥ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത്. ഒന്ന്, ഈ ലോക ജീവിതത്തിൻ്റെ അവസാനമാണ് മരണം എന്ന് പറയുന്നത്. ഇതൊരു തിരഞ്ഞെടുപ്പിൻ്റെ നിമിഷവുമാണ്. ഇബ്രായ ലേഖനം 9:27 പറയുന്നു, മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. കാറ്റക്കിസം 10:13, ഇഹലോക ജീവിതം എന്ന തീർത്ഥയാത്രയുടെ അന്ത്യമാണ് മരണം. ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവകൃപ സ്വീകരിക്കുന്നതിനോ നിരാകരിക്കുന്നതിനുള്ള അവസാന അവസരം. നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ. ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, പുനർജന്മം ഉണ്ടോ? മരിച്ചതിന് ശേഷം വീണ്ടും ഒരു ജന്മം ഉണ്ടാകുമോ? അതും മറുപടി പറയാൻ സംശയിക്കുകയേ ചെയ്യരുത്. ഇല്ല, പുനർജന്മം എന്ന് പറയുന്ന സംഗതിയേ ഇല്ല, അസംഭവ്യമാണത്. ഈ യുദ്ധത്തിൽ ഒന്നുകിൽ വിജയിച്ചു അല്ലെ പരാജയപ്പെട്ടു, അടുത്ത പ്രാവശ്യം കുറച്ച് നന്നായിട്ട് ചെയ്യാമെന്ന് പറയാൻ ചാൻസ് ഇല്ല എന്ന് പറയും. അവസാനമായിട്ട് ഈ മരണത്തിന് ഒരുങ്ങാൻ സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിനെന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നു. ഒന്ന്, കൂദാശകൾ. കൃത്യമായിട്ട് യോഗ്യതയോടെ കൂദാശകൾ സ്വീകരിക്കുക. പ്രാർത്ഥന, ലൈഫ് തന്നെ ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്തിരുന്നാൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് മാത്രമല്ല കേട്ടോ പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനോടൊപ്പമായിരിക്കും, നമ്മുടെ ജീവിതം ക്രിസ്തുവിനോടൊപ്പമായിരിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പാപത്തിൽ നിന്നും അകന്നു നിൽക്കുക. ഈ മരണസമയത്ത് സഭ ഒരു സാന്ത്വനവും കുറേ ഉറപ്പുകളും നമുക്ക് നൽകുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു 4 എണ്ണമുണ്ട്. മരണത്തോടടുക്കുമ്പം സഭ എന്തൊക്കെയാണ് നമുക്ക് തരുന്നത്? രോഗീലേപനം തരും. കൂദാശയല്ലേ? ഇപ്പോൾ കൂദാശ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അത് വെറും ഒരു സിംബോളിക് ആയിട്ടുള്ള സംഗതിയല്ല, അതിൽ തന്നെ പവർ ഉള്ള സാധനമാണ്. ഈ എക്സ് ഓപ്പറാത്തോ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ബാക്കി ബന്ധന പ്രാർത്ഥന ചൊല്ലുക. ബന്ധന പ്രാർത്ഥന അറിയാലോ, പിശാചുക്കളെ ബന്ധന പ്രാർത്ഥന ചൊല്ലുക. അത് ഞാൻ ബന്ധന പ്രാർത്ഥന ചൊല്ലുന്നു, കുറേ കൂടെ വിശുദ്ധനായിട്ടുള്ള ഒരു ആള് ബന്ധന പ്രാർത്ഥന ചൊല്ലുന്നു. രണ്ടിനും ഒരേ പവറാണോ? അല്ല. ചെയ്യുന്നയാളുടെ പവറും ഫലത്തിൻ്റെ ശക്തിയെ സ്വാധീനിക്കുക. കൂദാശകൾ എങ്ങനെയാണ്? ഇതാണ് എക്സ് ഓപ്പറാത്തോ എന്ന് പറയുന്നത്. അതായത് ഒരു പരമ പാപിയായ ഒരു അച്ഛൻ കുർബാന ചൊല്ലുന്നു, പാദ്രേ പിയോ ഇവിടെ നിന്ന് കുർബാന ചൊല്ലുന്നു. ഏത് കുർബാനയ്ക്കാണ് ഗുണം കൂടുതൽ? കൂടുതൽ കുറവുമില്ല. ഇതാണ് ഈ പറഞ്ഞ വ്യത്യാസം. രോഗീലേപനം കൂദാശയാണ്, അതിനാൽ തന്നെ പവറുള്ളതാണ്. ഒരു 4 കാര്യങ്ങളെ നമുക്കിങ്ങനെ ആ സ്റ്റേജ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ, സത്യത്തിൽ ആദ്യം നടക്കേണ്ടത് ഒരു നല്ല കുമ്പസാരമാണ്. മരണം അടുത്ത് കഴിയുമ്പം നല്ലൊരു കുമ്പസാരമാണ് നടക്കേണ്ടത്. ആത്മാവിനെയും ആത്മാവിൻ്റെ ഫലമായി ശരീരത്തിലുണ്ടായിരിക്കുന്ന ദുരിതങ്ങളെയും വിശുദ്ധീകരിക്കുന്ന മനോഹരമായ കൂദാശയായ കുമ്പസാരം. കുമ്പസാരം കഴിഞ്ഞാൽ
ഒരു സമ്മാനം എന്നതുപോലെ സ്വീകരിക്കേണ്ടതാണ് രോഗീലേപനം എന്ന് പറയുന്നത്, അല്ലേ? രോഗീലേപനം എന്ന് പറയുന്നത്. ഈ രോഗീലേപനവും ലഭിച്ചതിന് ശേഷം സാധാരണ വിയാറ്റിക്കും എന്ന് പറയുന്ന, പാഥേയം എന്നാണ് അതിനർത്ഥം. വിയാറ്റിക്കും എന്ന് പറഞ്ഞാൽ യാത്രയിൽ പോകുമ്പോൾ കഴിക്കേണ്ട ഭക്ഷണം, അതാണ് പാഥേയം എന്ന് പറയുന്നത്. പൊതിച്ചോറെന്നൊക്കെ പറയല്ലേ. ഈ യാത്ര ഏതാ? ഇവിടെ നിന്ന് നമ്മൾ അടുത്ത അധ്യായത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് ശക്തിയാകാൻ വേണ്ടി തരുന്ന ആ ദിവ്യ കുർബാനയ്ക്കാണ് വിയാറ്റിക്കം എന്ന് പറയുന്നത്. വിയാറ്റിക്കും അല്ലെങ്കിൽ വിയാറ്റിക്കും. പാഥേയം എന്നാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം. അതെ, മരിക്കുന്നതിന് സമയത്ത് ഭാഗ്യമുണ്ടെങ്കിൽ അതൊരു 10-15 പ്രാവശ്യമൊക്കെ സ്വീകരിക്കാം. ടെക്നിക്കലി അവസാനത്തെയാണ്. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഉണ്ടെങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാനൊരു കാര്യം പറയുക. ഈ കുമ്പസാരവും രോഗീലേപനവും വിയാറ്റിക്കവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു അപ്പസ്തോലിക ആശീർവാദം കൊടുക്കും വൈദികൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുമ്പസാരം എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്? നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ എല്ലാം മോചിക്കപ്പെട്ടു, ഇല്ലേ? എല്ലാ പാപങ്ങളും മോചിക്കപ്പെട്ടു. സ്വർഗത്തിൽ പോവുകയില്ല. ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ, ഇല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത പ്രവൃത്തികളുടെ ദോഷഫലങ്ങൾ, പാപമല്ല, പാപം മുഴുവൻ ദൈവം ക്ഷമിച്ചു. പക്ഷെ ഐഹികമായ കുറേ കടങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഞാൻ ഒരാളെ കൊന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വിഷമമുണ്ടായി. ഞാൻ വന്ന് പരിപൂർണ മനസ്താപത്തോടെ കുമ്പസാരിച്ചു. എൻ്റെ പാപം ക്ഷമിച്ചോ? പൂർണ്ണമായിട്ടും ക്ഷമിച്ചു. പാപങ്ങൾ മുഴുവൻ ക്ഷമിക്കപ്പെട്ടു. പശ്ചാത്താപമുണ്ട്, പരിപൂർണ്ണ പശ്ചാത്താപമുണ്ട്. അപ്പോൾ എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടു. പക്ഷേ അന്ന് ഞാൻ മരിച്ചാൽ, ആ നിമിഷം ഞാൻ മരിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോവുകയാണ്. ഒരു പാപവും ഇല്ല എനിക്ക്, പക്ഷെ സ്വർഗത്തിൽ പോവുകയാണ്. ഞാൻ ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകും. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ചെയ്ത പ്രവൃത്തിയിൽ ദൈവവും ഞാനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർത്തു. പക്ഷേ ഞാൻ ഈ ആളെ കൊന്നപ്പോൾ ആ ആളുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ആൾക്കാർക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അയാളുടെ മക്കൾക്ക് ലഭിക്കേണ്ട ഒത്തിരി കൃപകൾക്ക് ഞാൻ തടസ്സം നിന്നിട്ടുണ്ട്. ആ മക്കൾക്ക് അയാൾ ഉണ്ടായിരുന്നു എങ്കിൽ ലഭിക്കാമായിരുന്ന കൃപയും സന്തോഷവും പിന്നെ ആയിരക്കണക്കിന് തലമുറകളിലേക്ക് നീണ്ടു കിടക്കേണ്ട കൃപയ്ക്ക് ഞാൻ തടസ്സം ചെയ്തിട്ടുണ്ട്. ഇത് കൊലപാതകം മാത്രമല്ല, ഏത് പാപത്തിൻ്റെയും പ്രശ്നം ഇതാ. ഈ കടങ്ങളുടെ കുറേ കടങ്ങളൊക്കെ മോചിക്കപ്പെടും, പക്ഷെ പൂർണ്ണമായിട്ട് മോചിക്കപ്പെടുകയില്ല. അത് മോചിപ്പിക്കാൻ എന്താ വേണ്ടത്? ദണ്ഡവിമോചനം വേണം. ഈ ദണ്ഡവിമോചനത്തിന് വേണ്ടിയാണ് അപ്പസ്തോലിക ആശീർവാദം നമുക്ക് ലഭിക്കുന്നത് മരണസമയത്ത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പസ്തോലിക ആശീർവാദം ഇത് വൈദികനാണ് നൽകുക. ഈ അപ്പസ്തോലിക ആശീർവാദം നൽകപ്പെടുമ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനമാണ്, പ്ലെനറി ഇൻ്റലിജൻസ് ആണ്. ഐഹിക കടങ്ങൾ എന്നാണ് അതിന് പറയുക. ടെമ്പറൽ ആയിട്ടുള്ള പണിഷ്മെൻറ്റ്സ്, ഭൂമിയിൽ തന്നെ കൊടുത്തു തീർക്കേണ്ട കടങ്ങൾ എന്നാണ് അതിനർത്ഥം. അത് മോചിക്കപ്പെടുന്നു. പക്ഷേ വലിയൊരു പക്ഷയാണ്. ഒരു പൂർണ്ണ ദണ്ഡവിമോചനത്തിൻ്റെ എല്ലാ കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്തിരിക്കണം. പൂർണ്ണ ദണ്ഡവിമോചനത്തിൻ്റെ കണ്ടീഷൻസ് ഞാൻ പിന്നീട് പഠിപ്പിക്കാം, അത് കുറച്ച് കൂടുതലുണ്ട്. ഇനി ഞാൻ മരിക്കാൻ കിടക്കുകയാണ്. അച്ഛൻ എനിക്ക് വന്നിട്ട് ഈ പറഞ്ഞ 4 എനിക്ക് കിട്ടി. അതായത് കുമ്പസാരം ലഭിച്ചു, രോഗീലേപനം ലഭിച്ചു, വിസ്തുകുർബാനയും ലഭിച്ചു. 3 കിട്ടി. ഇനി എനിക്ക് അപ്പസ്തോലിക ആശീർവാദം കിട്ടിയില്ല എന്നിരിക്കട്ടെ. അപ്പോൾ അത് മിക്കവാറും കിട്ടാതിരിക്കുകയാണ്. ഇത്രയൊക്കെ കാര്യം തരുമ്പോൾ ഏതൊരു അച്ഛൻ ഇത്രയായില്ലേ എന്ന് പറഞ്ഞാൽ അതും വെട്ടിത്തരും. ഇനിയിപ്പോൾ ഇതൊന്നും കിട്ടാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ മരിക്കുന്നതെന്നിരിക്കട്ടെ. ഞാൻ മരിക്കാൻ പോകുന്ന സമയത്ത് അച്ഛനും അടുത്തില്ല, ആരും അടുത്തില്ല. എനിക്ക് കുമ്പസാരിക്കാനുള്ള സാഹചര്യവും ഇല്ല. കുമ്പസാരിക്കാനുള്ള സാഹചര്യം ഇല്ലാതിരുന്നുകൊണ്ട് ഞാൻ എൻ്റെ പാപങ്ങൾ എന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഐഹിക കടങ്ങളും ഉണ്ടാകാം. ആ സമയത്ത് എന്താണ് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? എന്താണ് പ്രതീക്ഷയ്ക്ക് വക? ഈ കുമ്പസാരത്തെക്കുറിച്ചൊരു നല്ല ധാരണ നമുക്കുണ്ടാകും. വിയാനി പിതാവിനോട്, ഈ പിതാവാണ് കുമ്പസാരത്തിൻ്റെ വിശുദ്ധൻ എന്നാണ് പറയുന്നത്. വിയാനി പിതാവിനോട് ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, പിതാവ്, എൻ്റെ ഭർത്താവ് ഭയങ്കര മോശം ചെയ്തു, ഈ ലോകത്തിൽ എന്തെല്ലാം പാപങ്ങളോ അതെല്ലാം ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ പിതാവ് പറഞ്ഞു, സാറില്ല, നമുക്ക് പ്രാർത്ഥിക്കാം, ആള് മാനസാന്തരപ്പെട്ടോളും, മരിക്കുന്നതിന് മുമ്പ് മാനസാന്തരം. ഇനി പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, അയാൾ ഒരു പാലത്തിൽ നിന്ന് പുഴയിലോട്ട് ചാടി ആത്മഹത്യയും ചെയ്തു. അപ്പോൾ പിതാവ് പറഞ്ഞൊരു വാചകമുണ്ട്, മോളെ, പാലത്തിനും വെള്ളത്തിനും ഇടയ്ക്ക് ഒത്തിരി ദൂരമുണ്ട്. പാലത്തിനും വെള്ളത്തിനും ഇടയ്ക്ക് ഒത്തിരി ദൂരമുണ്ട് എന്ന് പറഞ്ഞത് ഒരു കുമ്പസാരത്തെക്കുറിച്ചാണ്. ഒരു നിമിഷം മതി ഒരാത്മാവിന് ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടാൻ. ഒരാത്മാവിന് ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ സഭ നമുക്ക് നൽകിയിരിക്കുന്ന, അഥവാ സഭ നിഷ്കർഷിച്ചിരിക്കുന്ന സ്റ്റേജസിലൂടെ ഒന്നും കടന്നു പോകാതെ ദൈവത്തിൻ്റെ കൃപ ആത്മാവിന്
നിത്യശാന്തി നൽകും. സഭയുടെ പഠനം ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഇനി വൈദികനില്ലെങ്കിൽ ഈ ഇൻ്റലിജൻസിൽ നിന്നും മോചനം ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ? അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇൻ ആർട്ടിക്കുലോ മോർത്തിസ് എന്ന് പറയുന്നൊരു ഇൻ്റലിജൻസ് ഉണ്ട്. ഇൻ ആർട്ടിക്കുലോ എന്ന് പറഞ്ഞാൽ ദ മോമെന്റ് എന്ന് പറയുന്നത് ആ നിമിഷത്തിൽ ലഭ്യമാകുന്ന ദണ്ഡവിമോചനം എന്നാണ് അതിനർത്ഥം. ദണ്ഡവിമോചനത്തിന് കുറേ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടല്ലോ. ഈ കണ്ടീഷൻസ് ഒക്കെ ഫുൾഫിൽഡ് ആണെങ്കിൽ നമ്മൾ ദണ്ഡവിമോചനം ലഭിക്കാനായിട്ട് ചെയ്യേണ്ട സംഗതികളൊന്നും അതിനകത്തില്ലാതെ തന്നെ ദണ്ഡവിമോചനം നമുക്ക് ലഭിക്കും. മരണനേരത്തെ ദണ്ഡവിമോചനം എന്നാണ് പറയുന്നത്. അതിനാണ് ഇപ്പം നേരത്തെ പറഞ്ഞ യോഗ്യത ഉണ്ടായിരിക്കുക, പ്രാർത്ഥനയുടെ ജീവിതമായിരിക്കുക. ഈ പ്രാർത്ഥനയുടെ ജീവിതം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ട, നമ്മളെ ധൈര്യപ്പെടുത്തേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. അതാണെന്നറിയാമോ? പ്രാർത്ഥന നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ആ പ്രാർത്ഥന ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എപ്പോഴാ? ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ പ്രാർത്ഥനയുടെ ആ അർത്ഥം അറിഞ്ഞുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാൽ നമ്മളിങ്ങനെ മരിക്കാൻ കിടക്കുക. മരണസമയത്ത് എല്ലാ ആൾക്കാർക്കും ഉള്ളിലൊരു ഭയം വരുമെന്നൊക്കെയാണ് പറയുന്നത്. കാരണം പിശാച് നമ്മളിങ്ങനെ പ്രലോഭിപ്പിക്കും എന്നാണ് പറയുന്നത് ആ സമയത്ത്, മരണം അടുക്കുന്ന സമയത്തെ. അതുകൊണ്ട് ശരിക്കും നമ്മളൊക്കെ ചെയ്യേണ്ടത് നമുക്ക് പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ ഉണ്ടല്ലോ, മരിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്തിരുന്ന് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം. ശരിക്കും ചെവിയിൽ പറഞ്ഞു കൊടുക്കണം, നല്ല ശബ്ദത്തിൽ. കർത്താവായ യേശു ക്രിസ്തു ഇവിടെയുണ്ട്, ആത്മാവിനെ സ്വീകരിക്കാനായിട്ട് വരുന്നുണ്ട് എന്ന് ധൈര്യപ്പെടുത്തണം. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ധൈര്യപ്പെടുത്തുന്നത് പോലെ ആ സമയത്ത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ മരിക്കാനായിട്ട് ഭയപ്പെട്ടിരിക്കുന്ന സമയത്ത്, ആ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റാത്ത ഒരു അങ്കലാപ്പിലാണ് നമ്മളെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥനയുടെ ബാങ്കിൽ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്ന പൈസയാണ് ഈ ഓരോ നന്മ നിറഞ്ഞ മറിയോ എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ മാതാവിനോട് പറയുക, എൻ്റെ മരണസമയത്ത് ആ അമ്മേ എൻ്റെ അടുത്തിരുന്ന് കയ്യെ പിടിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു മനുഷ്യന് ഏറ്റവും ആശ്വാസം കിട്ടുന്ന സാമീപ്യം ഏതാ? ഒരു സംശയമില്ല, അമ്മയുടെ സാമീപ്യം. ഒരു സംശയവും. ബാക്കി ഒന്നും, ഭാര്യ, ഭർത്താവ്, മക്കളെന്നും ഒക്കെ പറഞ്ഞാൽ ഒന്നും അല്ല കേട്ടോ. അമ്മയുടെ സാമീപ്യം പോലെ ആശ്വാസം നൽകുന്ന ഒരു സാമീപ്യമില്ല, പ്രത്യേകിച്ചും അപകടസന്ധിയിൽ. നമ്മൾ ഈ മരിക്കാൻ കിടക്കുന്ന മരണവേദനയിൽ, ആ വ്യാകുലതകൾക്കിടയിൽ നമ്മുടെ കയ്യെ പിടിച്ച് മാതാവ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന സാഹചര്യം ഒന്ന് ആലോചിക്കുക. ഇതൊന്നും സിംബോളിക്കല്ല. കാരണം നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുന്ന മാതാവിനോട്, മാതാവ് നമ്മുടെ ഇരിക്കും. അതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്ന് പറയുന്നത്. മരണത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ചെറിയ സൂചന കിട്ടിയാൽ അപ്പം തന്നെ അച്ഛനെ വിളിക്കണം കേട്ടോ. നമ്മുടെ മരണത്തെക്കുറിച്ച് അല്ലേ ഈ പറയുന്നത്. മരണത്തെക്കുറിച്ച് നമുക്ക് വിളിക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ വിളിക്കുക. ബാക്കി ആരും, കുടുംബത്തിൽ ആരുടെയെങ്കിലും മരിക്കും എന്നൊരു ചെറിയ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അച്ഛനെ വിളിക്കണം. ഒട്ടും താമസിപ്പിക്കരുത്. കൂദാശകൾ, പ്രത്യേകിച്ച് രോഗീലേപനം കൊടുക്കണം. ഈ പല ആൾക്കാർക്കും ഞങ്ങളുടെയൊക്കെ നാട്ടിൽ രോഗീലേപനം എന്ന് പറയാറില്ല, ഒടുക്കത്തെ ഓപ്പറേഷനാ. കേട്ടാൽ തന്നെ മനുഷ്യനെ അടിച്ചു പോവുകയല്ലേ, ഒടുക്കത്തെ ഓപ്പറേഷനാ. ചാച്ചാ, ഒടുക്കത്തെ ഓപ്പറേഷൻ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ അച്ഛനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയും. അച്ഛൻ വരുന്നതിന് മുമ്പ് ചാച്ചൻ്റെ പണി കഴിയും. അത് രോഗീലേപനമാണ്. ആത്മാവിനും ശരീരത്തിനും സൗഖ്യം നൽകുന്ന രോഗീലേപനമാണ്. അത് കൊടുക്കണം. പിന്നെ അതുപോലെ ഈ മരിക്കാൻ കിടക്കുന്ന ആളോട് പറഞ്ഞു കൊടുക്കണം. ഈ അപ്പസ്തോലിക ദണ്ഡവിമോചനം എന്ന് പറയുന്ന സംഗതിയുണ്ട്. പലപ്പോഴും അച്ഛന്മാർ ഇതൊക്കെ ആൾക്കാർക്ക് അറിയാമെന്ന് കരുതി അവരിതിനെക്കുറിച്ച് പറയല്ലോ, ഒക്കെ ചെയ്തിട്ട് പോകും. മനസ്സിന് ആശ്വാസം കിട്ടണ്ടേ? അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പം എന്നാ സംഭവിച്ചെന്നറിയാവോ? രോഗീലേപനം തന്നു, കുമ്പസാരിച്ചില്ലേ, വിയാത്തിക്കം തന്നു, അത് പോകുന്ന യാത്രയിലേക്ക് നമ്മളെ ശക്തിപ്പെടുത്താനുള്ളതാണ്. അതൊക്കെ കൂടാതെ ശുദ്ധീകരണ സ്ഥലത്തിൽ പോലും നമ്മൾ കിടക്കാതിരിക്കാൻ വേണ്ടി സഭയുടെ അധികാരം ഉപയോഗിച്ച്, അപ്പസ്തോലിക അധികാരം ഉപയോഗിച്ച് അച്ഛൻ ഇപ്പം പൂർണ്ണ ദണ്ഡവിമോചനവും നൽകിയിരിക്കുന്നു. ഇനി ചാച്ച, അമ്മേ, അല്ലെങ്കിൽ അങ്കിളെ, ആൻറ്റി, ഇനിയും സമാധാനമായിട്ട് മരിക്കാം, സന്തോഷത്തോടെ മരിക്കുക. കാരണം ഈ മരിക്കുന്ന നിമിഷം യേശു ക്രിസ്തുവിന്റെ അടുത്തേക്ക് നമ്മൾ പോവുക എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കണം. നമ്മൾ പറഞ്ഞ് ആശ്വസിപ്പിക്കണം. പ്രാർത്ഥനയൊക്കെ ഉള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം 14 മക്കളുള്ള വീട്ടിലെ 5-8 പെമ്മക്കളുള്ളതിൽ ഒരു മോളെയാണ് കല്യാണം കഴിച്ചത്. ഇവരുടെ വീടിന്റെ 45 കിലോമീറ്റർ ദൂരെയാണ് അവരുടെ വീട്. അമ്മായി എപ്പം മരിക്കാൻ കിടക്കുക, ഉടനെ തോമാച്ചനെ ഫോൺ ചെയ്ത് വിളിച്ചു, തോമാച്ചാ വേഗം വാ, ചാച്ചൻ മരിക്കാൻ പോവുക. എന്തിനാണെന്നറിയാവോ? തോമാച്ചൻ വന്നിട്ട് വേണം ഈശോ മറിയ യോസേപ്പേ എന്ന് പറഞ്ഞു കൊടുക്കാൻ. ഘടാഘടിയന്മാരായിട്ടുള്ള 5-6 ആമക്കളുണ്ട് അപ്പന്. പക്ഷേ ഈശോ മറിയ യോസേപ്പേ ഈ ആത്മാവിന് കൂട്ടായിരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയല്ല, ധൈര്യമില്ല. തോമാച്ചൻ വന്ന് പറയണം. ഇത് ഒരു തോമാച്ചനും വേണ്ടി കാത്തിരിക്കേണ്ട സംഗതിയല്ല. ആർക്കെങ്കിലും മരണത്തെ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ
നേഴ്സസ്, നമ്മുടെ സുഹൃത്തുക്കൾ, അവർ പറയുമായിരുന്നു, മരണം അടുക്കുന്ന സമയത്ത് ആശ്വാസമായിട്ട് അടുത്തിരുന്ന് പറഞ്ഞു കൊടുക്കും, ഈശോ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറയാനുള്ള ആത്മധൈര്യമുള്ള ശുശ്രൂഷകരായിരുന്നു അവിടെ ഉണ്ടായിരുന്നവർ. ഇത് പറയാൻ വേണ്ടിയാണ് സത്യത്തിൽ ഇന്നത്തെ ക്ലാസ് മുഴുവൻ ഞാൻ എടുത്തത്. നമ്മൾ ഒരുങ്ങണം, നമ്മൾ മരണത്തിന് വേണ്ടി ഒരുങ്ങണം, നമുക്ക് ചുറ്റുമുള്ളവരെ മരണത്തിന് വേണ്ടി ഒരുക്കണം. മരണത്തിന് സമയം വരുമ്പം അടുത്ത് പോയി ഇരുന്ന് പറഞ്ഞു കൊടുക്കണം. വലിയ ഭാഗ്യം അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ പറഞ്ഞു കൊടുത്ത് ഒരുക്കി സമാധാനത്തോടെ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് പോവുകയാണെന്നുള്ള ബോധ്യത്തോടെ, ഉറപ്പോടെ, ഭയമൊന്നുമില്ലാതെ അവർ ചുണ്ടിലൊരു പുഞ്ചിരിയുമായിട്ട് മരണത്തെ അഭിമുഖീകരിച്ച് കഴിയുമ്പോൾ ആ കുടുംബം എത്രമാത്രം അനുഗ്രഹിക്കപ്പെടുമെന്നറിയാമോ? എന്തിനു വേണ്ടിയാണ് നമ്മളിത് പഠിച്ചത് ഇതുവരെ? അതിൻ്റെ മറുപടി 1 തെസ്സലോനിക്കർ 4:13. അത് വായിച്ചാൽ നമ്മൾ ഈ പഠനത്തിൻ്റെ അർത്ഥം എന്തെന്ന് മനസ്സിലാവും. സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെ പൗലോസ്ലീഹ പറഞ്ഞതുകൊണ്ട് മരിക്കുന്ന സമയത്ത് കരയാൻ നമുക്ക് അവകാശമുണ്ടോ? ഇത് കേട്ടോ, നമ്മൾ കരയണം. അത് സങ്കടം. ഞാൻ എപ്പോഴും ഓർക്കുന്ന കാര്യമുണ്ട്. ഞങ്ങൾ ഓരോ പ്രാവശ്യം അവധിക്ക് നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങളുടെ 2 പേരുടെ അമ്മച്ചിമാരുണ്ടായിരുന്ന സമയത്ത് ഭയങ്കര കരച്ചിലായിരിക്കും അവർ. നമ്മൾ അവധിക്ക് പോയിട്ട് ഇങ്ങോട്ട് പോരുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട്. എന്തുകൊണ്ടാണ് കരയുന്നത്? ഇനിയും കുറേ കാലം കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുകയല്ലോ എന്ന് പറയുന്നു. ഈ കരച്ചിൽ അർത്ഥമുള്ള കരച്ചിലാണോ? അതെ, അത് സ്നേഹത്തിന്റെ നിറവിൽ നിന്ന് വരുന്ന കരച്ചിലാണ്. അല്ലാതെ അവർക്ക് പ്രത്യാശയില്ലാത്തതിന്റെ കരച്ചിലാണോ അത്? അല്ല. ഇവിടെ വരുമ്പോൾ നമ്മളെന്താ നരയിക്കാൻ വേണ്ടി എങ്ങാനും പോരുകയാണോ? അല്ല, അതൊക്കെ അറിയാം. പക്ഷെ എന്നാലും ഇനി അവരുടെ കണ്ണി കാണാൻ കുറെ കൂടെ സമയം കാത്തിരിക്കണം. ഇതുപോലെ കരയാം നമുക്ക് മരണത്തെക്കുറിച്ച്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? കരയാനുള്ള അവകാശം നമുക്കുണ്ട്. പക്ഷെ അത് പ്രത്യാശയില്ലാത്തവർ ചെയ്യുന്നത് പോലെ കരയാൻ പാടില്ല. പ്രത്യാശയിലുള്ള കരച്ചിലാണ്. ഈ കരച്ചിൽ എന്താ? അവർ ഈശോയുടെ അടുത്ത് സുഖിച്ചിരിക്കാൻ പോവുക. പക്ഷെ അവരെ ഇനിയും കാണണമെങ്കിൽ കുറെ കാലം കഴിയണം. അതുകൊണ്ട് നമുക്ക് കരയാം. പ്രത്യാശയില്ലാത്തവരെ പോലെ കരയരുത്. കാരണം 1 തെസ്സലോനിക്കർ 4:14-18 യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും. അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം സമാശ്വസിപ്പിക്കുകയും. ഇതൊക്കെയാണ് നമ്മളിന്ന് പഠിച്ച പ്രധാന ഭാഗങ്ങൾ. മരണം എങ്ങനെയാണ് ഉണ്ടായത്? പാപത്തിന്റെ ഫലമായിട്ട്. എന്നാൽ ഇന്ന് പാപത്തിന്റെ ഫലമായിട്ടുണ്ടായ മരണം നിരാശയാണോ തരുന്നത്? അല്ല. ക്രിസ്തു എന്താ ചെയ്തത്? മരണത്തിന്റെ ഫലത്തിന് മാറ്റം വരുത്തി. അതിന്റെ ഫലമായിട്ട് മരണം ഇഹലോക ജീവിതത്തിന്റെ അന്ത്യം മാത്രമായിട്ട് മാറി, നിത്യമായ അന്ത്യം അല്ലാതെ മാറി. ക്രിസ്തു അതിന് മാറ്റം വരുത്തിയതുകൊണ്ട് വിധിയുടെയും നിത്യജീവിതത്തിലേക്കുമുള്ള പ്രവേശനത്തിൻ്റെയും നിമിഷമായിട്ട് മരണം മാറി. മരണം ക്രിസ്തുവിൽ പങ്കുപറ്റിയവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കാനുള്ള അവസാനത്തെ അവസരമാണ്, അല്ലെങ്കിൽ അതിനുള്ള അവസരമാണ് മരണം. അപ്പോൾ മരണത്തെ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 10:21 ഓരോ മനുഷ്യനും മരണനിമിഷം തന്നെ അർഹമായ പ്രതിഫലം അല്ലെങ്കിൽ ന്യായവിധി മരണമില്ലാത്ത ആത്മാവിന് ലഭിക്കും. എന്തിനെക്കുറിച്ചാണ് ഇത് പറയുന്നത്? മരണനിമിഷം തന്നെയാണെങ്കിൽ തനത് വിധി. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്ത മാസം കാണാൻ പോകുന്നത്.